പരിശ്രമിക്കുക. ഈശോ അതിനെ സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും സംഭവിക്കും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ലൈംഗിക ധാർമ്മികത വിവാഹ ജീവിതത്തിൽ ആദ്യം നമുക്ക് എന്താണ് ധാർമ്മികത എന്ന് പഠിക്കാൻ പോകുന്നത്. ധാർമ്മികത എന്ന് പറയുന്ന വാക്ക് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഇംഗ്ലീഷിൽ അതിന് മൊറാലിറ്റി എന്നാണ് അതിന് പറയുക. ധാർമ്മികത എന്ന് പറയുന്ന മലയാള പദത്തിന് തത്തുല്യമായ ഇംഗ്ലീഷ് പദമാണ് മൊറാലിറ്റി. എന്താണ് ഈ മൊറാലിറ്റിയിൽ നമ്മൾ പഠിക്കുന്നത്? ധാർമ്മികതയിൽ എന്തിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുക എന്ന് ചോദിച്ചാൽ അതിനുള്ള കുഞ്ഞു നിർവചനം ഇതാണ്: നന്മ തിന്മകളെ അല്ലെങ്കിൽ ശരി തെറ്റുകളെ കുറിച്ചുള്ള അടിസ്ഥാന തത്വമാണ് യഥാർത്ഥത്തിൽ ധാർമ്മികതയിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി പെട്ടെന്നൊരു കൊളോക്കിയൽ ഭാഷയിൽ പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്നാണ് ധാർമ്മികതയിൽ പറയുന്നത്. ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്നാണ് ധാർമ്മികതയിൽ നമ്മൾ സംസാരിക്കുക. ധാർമ്മികത നന്മ തിന്മകളെ ശരി തെറ്റുകളെ കുറിച്ചുള്ള പഠനശാഖയാണ് ഈ ധാർമ്മികത എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നന്മ തിന്മകളെ ശരി തെറ്റുകളെ കുറിച്ചുള്ള പഠനമാണ് ധാർമ്മികത. ഈ ധാർമ്മികത നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുന്നത് മനുഷ്യനുമായി ബന്ധപ്പെടുത്തി മാത്രമേ പറ്റൂ. മൃഗവുമായി ബന്ധപ്പെടുത്തി നമുക്കത് സംസാരിക്കാൻ പറ്റില്ല. അത് ആപ്ലിക്കബിൾ അല്ല. അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മനുഷ്യന്റെ കാര്യത്തിൽ മാത്രമാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. മനുഷ്യന്റെ കാര്യത്തിൽ മാത്രം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്കാണ് ഇനി നമ്മളുടെ ചർച്ച മുന്നോട്ട് പോവുക. മനുഷ്യനുമായി ബന്ധപ്പെടുത്തിയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യനുമായി ബന്ധപ്പെടുത്തി എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മനുഷ്യന്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെടുത്തിയാണ് അത് നമ്മൾ വിലയിരുത്തുന്നത്. ധാർമ്മികത വിലയിരുത്തുന്നത് മനുഷ്യന്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെടുത്തിയാണ്. മനുഷ്യന്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെടുത്തി. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൻ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചില കാര്യങ്ങൾ സ്വരുക്കൂട്ടി വന്ന് തീരുമാനത്തിലെത്തി അത് അവന്റെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് അവനത് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി കൂടിച്ചേരുമ്പോഴാണ് അതൊരു പ്രവൃത്തിയായിട്ട് മാറുന്നത്. മനുഷ്യൻ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നു, അവൻ തിരഞ്ഞെടുക്കുന്നു, അവൻ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഈ പ്രവൃത്തിയെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് ഉള്ള ആ പ്രവൃത്തിയിൽ അതിൻ്റെ അകത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ, അത് നന്മയാണോ തിന്മയാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്കുള്ള ക്വാളിറ്റി ലൈഫ് മുന്നോട്ട് നയിക്കാൻ പറ്റൂ. ഗുണമേന്മയുള്ള ഒരു ജീവിതം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. ധാരാളം ആൾക്കാർ, കോടിക്കണക്കിന് ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. എത്ര പേർ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് ശരി തെറ്റുകളെ കുറിച്ചുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? നന്നായി കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോൾ ഈ പ്രപഞ്ചത്തില് കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. പക്ഷെ അവര് എല്ലാവരും ഒന്നും ക്വാളിറ്റിയുള്ള ലൈഫ് അല്ല നയിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്വാളിറ്റിയുള്ള ലൈഫാണോ അല്ലയോ എന്നൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിൽ നമുക്ക് അളവുകോലുകളൊക്കെ ഉണ്ട്, പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഈ പാരാമീറ്റേഴ്സ് അത് ഭൗതികമായ ലോകത്തിൽ അപ്ലൈ ചെയ്യുന്ന ചില പാരാമീറ്റേഴ്സ് ആണ്. അതിനും അതിൻ്റെതായ വാല്യൂയൊക്കെ ഉണ്ട്, അതിൻ്റെതായ വിലയൊക്കെ ഉണ്ട്. പക്ഷേ അതെപ്പോഴും ഭൗതികമായ പാരാമീറ്റേഴ്സ് എപ്പോഴും ശരിയായിക്കൊള്ളണം നിർബന്ധമില്ല. ഈ ഭൗതികമായിട്ടുള്ള പല പാരാമീറ്റേഴ്സും മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച പാരാമീറ്റേഴ്സാണ്, അളവുകോലുകളാണ്. ഈ അളവുകോലുകളൊക്കെ അവൻ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത് അവനായിരിക്കുന്ന ചുറ്റുപാടിൽ നിന്നും അവന് കിട്ടിയിട്ടുള്ള അറിവുകളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവൻ ക്രമീകരിച്ചിരിക്കുന്നതാണ്. അത് ചിലപ്പോൾ ഒരു വട്ടമേശയ്ക്ക് ചുറ്റിയിരുന്ന് കുറച്ച് പേര് കൂടി തീരുമാനിച്ച കാര്യങ്ങളാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ അങ്ങനെ കണ്ടുപിടിക്കുന്ന അളവുകോലുകളൊന്നും അത് പൂർണ്ണമായിരിക്കില്ല.
അത് ആബ്സല്യൂട്ട്സ് ആയിരിക്കില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മാറ്റം വരാത്തതായിരിക്കും. അതൊക്കെ മാറിപ്പോയിക്കൊണ്ടിരിക്കും, റിലേറ്റീവ് ആയിരിക്കും. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനുമേരിക്ക് ശരിയായിക്കൊണ്ടെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജിബിന് ശരിയായിക്കൊണ്ടെന്ന് നിർബന്ധമില്ല. ജിബിന് ചില കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് തോന്നുമ്പോൾ അത് ചിലപ്പം ജെയ്സന് ശരിയായിക്കൊള്ളുന്ന നിർബന്ധമില്ല. ചിലപ്പോൾ ബിജുവിന് അത് ഓക്കെ ആയിക്കൊള്ളണമേ ഇല്ല. കേരളത്തിലെ ആൾക്കാർക്കെല്ലാം ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നും തമിഴ്നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അത് ആപ്ലിക്കബിൾ അല്ലാണ്ടായിരിക്കും. ജർമ്മനിയിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതൊന്നും നമ്മുടെ നാട്ടിൽ ആരും ചിന്തിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതൊന്നും അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങള്, മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള അളവുകോലുകളൊന്നും അത് അതിൽ തന്നെ സഭയില്, കത്തോലിക്ക സഭയില് ദൈവം തന്നെ നൽകി വെച്ച നിയമങ്ങൾ, അത് 10 കൽപ്പനകളാണ്. ഈ 10 കൽപ്പനകൾ മനുഷ്യന്റെ ജീവിതത്തിലെ നന്മതിന്മകളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള, ശരിതെറ്റുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള അളവുകോലുകളായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞിലെ തന്നെ 10 കൽപ്പനകളെ കുറിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, പപ്പായും മമ്മിയൊക്കെ. അതിനുശേഷം നമ്മുടെ ടീച്ചേഴ്സ് മതബോധന ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ വിവാഹ ഒരുക്കത്തിനോടനുബന്ധിച്ച് ഒരു പ്രിനോപ്ഷ്യൽ എൻക്വയറി ഫോം ഒക്കെ പൂരിപ്പിച്ച് വികാരിച്ചനെ കാണാൻ വികാരിച്ചൻ വീണ്ടും നമസ്കാരങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചോദിക്കും. അപ്പൊ അതിൻ്റെ അകത്ത് ഈ 10 കൽപ്പനകളൊക്കെ മിക്കപ്പോഴും തന്നെ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ 10 കൽപ്പനകൾ പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നത്? അറിഞ്ഞോ അറിയാതെയോ നിന്റെ ജീവിതത്തിൽ ശരിതെറ്റുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള അളവുകോലുകളാണ് ഈ 10 കൽപ്പനകൾ. ദൈവം തന്നിരിക്കുന്ന അളവുകോലുകളാണ്, മീറ്ററാണ്, അല്ലെങ്കിൽ മുഴക്കോലാണ് ഈ 10 കൽപ്പനകൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് അർത്ഥമുണ്ടാവുകയാണ്, നമുക്ക് അത് വേണ്ട രീതിയിൽ ചെയ്യാൻ സാധിക്കുകയാണ്, ഫലദായകമായ രീതിയിൽ നമുക്ക് ഇടപെടാൻ സാധിക്കുകയാണ്. വിവാഹ ജീവിതം മനോഹരമാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് പൗരോഹിത്യ ജീവിതം ആഘോഷിക്കാനായിട്ട് പറ്റും, മനോഹരമായി ആളുകൾക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ, ഫലദായകമാകുന്ന രീതിയിൽ. അപ്പൊ അതുകൊണ്ട് ഈ 10 കൽപ്പനകളെ കുറിച്ചുള്ള അറിവ് അത് വലിയ പ്രാധാന്യമുള്ളതാണ് എന്ന് കൂട്ടിച്ചേർക്കുകയാണ്. ദൈവം ഈ കൽപ്പനകൾ നൽകിയത് മൃഗങ്ങൾക്കല്ല, മനുഷ്യനാണ് നൽകിയിരിക്കുന്നത്. മനുഷ്യനാണ്. കാരണം മനുഷ്യന് മാത്രമേ ഉള്ളൂ അത് വേണ്ട രീതിയിൽ സ്വീകരിച്ച് ബോധ്യപ്പെട്ട് തീരുമാനങ്ങൾ എടുത്ത് അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം മനുഷ്യന് അത് നൽകിയിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന്റെ സാദൃശ്യത്തിലും അവനെ പോലെ തന്നെയാണ് സൃഷ്ടിച്ചത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യന് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി 2 തരത്തിലുള്ള പ്രവൃത്തികളുണ്ട്. മനുഷ്യന്റെ പ്രവൃത്തികളിലാണ് ധാർമ്മികത അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞായിരുന്നു. 2 തരത്തിലുള്ള പ്രവൃത്തികളുണ്ട്. ഒന്നാമത്തെ പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് ആക്ട് ഓഫ് മാൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രവൃത്തികൾ. ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് സമാനമായ 2 കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്, കുഞ്ഞു വ്യത്യാസമുള്ളൂ. അപ്പൊ ഒന്ന് ഓർക്കണം, ഒന്ന് ആക്ട് ഓഫ് മാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രവൃത്തികൾ എന്നാണ്. രണ്ടാമത്തെ തരത്തിലുള്ള പ്രവൃത്തി മനുഷ്യൻ്റെത്, അത് ഹ്യൂമൻ ആക്ട് ആണ്. ഹ്യൂമൻ ആക്ട് അതിനെ വിളിക്കുന്നത്, മലയാളത്തിൽ അതിനെ തർജ്ജമ ചെയ്യുന്നത് മനുഷ്യ പ്രവൃത്തികളാണ്. കണ്ടോ, 2 തരത്തിലുള്ള പ്രവൃത്തികൾ മനുഷ്യന്റെ ഭാഗത്തു നിന്നും ആവിർഭവിക്കുന്നുണ്ട്, മനുഷ്യന്റെ ഉടമസ്ഥതയിലുണ്ട്. അത് ഒന്നാമതായിട്ടുള്ളത് ആക്ട് ഓഫ് മാൻ, മനുഷ്യന്റെ പ്രവൃത്തികൾ. രണ്ടാമത്തത് ഹ്യൂമൻ ആക്ട്, മനുഷ്യ പ്രവൃത്തികൾ. നമ്മൾ ജനിച്ചിട്ട് ഇന്നോളം ഈ 2 കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ്ഡ് ആണ്. പക്ഷെ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്ന മനുഷ്യ പ്രവൃത്തി ഏതെന്നും മനുഷ്യന്റെ പ്രവൃത്തി ഏതെന്നും നമ്മൾ ഒരിക്കലും വേർതിരിച്ച് കണ്ടിട്ടില്ല. ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾ ഓരോന്നും അങ്ങനെ വേർതിരിച്ച് കാണുന്ന മനുഷ്യരായി മാറണം എന്നാണ് തിരുസഭ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്താണ് ആക്ട് ഓഫ് മാൻ, മനുഷ്യന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചു കേൾക്കണം, ബോധപൂർവമല്ലാത്ത മനുഷ്യന്റെ പ്രവൃത്തികളെയാണ് ആക്ട് ഓഫ് മാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. ബോധപൂർവമല്ലാത്തതാണ്. അത് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എന്നാണ് നമുക്ക് വിളിക്കാൻ കഴിയും. എന്റെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്, എന്റെ റിഫ്ലക്സ് ആക്ഷൻസ്, അതൊക്കെ എന്താണ്? അത് മനുഷ്യന്റെ പ്രവൃത്തിയാണ്, ആക്ട് ഓഫ് മാൻ ആണ്. അത് ഇൻവോളണ്ടറി ആണ്, ബോധപൂർവമല്ല. അതങ്ങനെ ഈ തരത്തിലുള്ള പ്രവർത്തികള് മനുഷ്യനിൽ മാത്രമല്ലെന്നുള്ള കാര്യം ഓർക്കണം, അത് മൃഗങ്ങളിലും ഉണ്ട്.
നോക്കിക്കേ, മൃഗങ്ങളിലും മനുഷ്യരിലും കാണുന്ന ഒരേ രീതിയിലുള്ള ഒരു ആക്ടിവിറ്റിയെ, ഒരു പ്രവൃത്തിയെ കുറിച്ച് നമ്മൾ പറയുകയാണ്. അത് ആക്ട് ഓഫ് മാൻ ആണ്. അത് മൃഗങ്ങൾക്കും അത് തന്നെ ഉണ്ട്. മൃഗങ്ങളുടെ കാര്യത്തിലും നമുക്ക് ആ കാര്യം ഈ തരത്തിലുള്ള പ്രവൃത്തികൾ കണ്ടെത്താൻ സാധിക്കും. ബോധപൂർവമല്ലാത്ത ഇൻവോളണ്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ മൃഗങ്ങളിലും കാണാം. ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആണ് അത്. ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. മൃഗങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ട്, മൃഗങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ട്. ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് അവർ അറിയാതെ പ്രവർത്തിച്ചു പോവുക. അതാണ് മനുഷ്യനും മൃഗവുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്. മനുഷ്യൻ ഒരു മൃഗമാണോ എന്നൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ പറഞ്ഞു പോകുന്നതിന്റെ പിന്നിലുള്ള കാര്യം ഇതാണ്. ഈ കാര്യം മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ മനുഷ്യന്റെ ഭാഗത്ത് കാണാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ പാവം മനുഷ്യൻ, അത് പാവം അല്ലേ, എന്തായാലും പെട്ടെന്ന് വിഷമം, അത് ഭയങ്കര ഫീലിംഗിന്റെ മനുഷ്യരാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഭയങ്കര ഇമോഷന്റെ പുറത്താണ് സംഭവം. ഇമോഷൻ വരുമ്പോൾ പൊട്ടിത്തെറിക്കും, ചാടിക്കളിക്കും. നമ്മൾ തന്നെ കണ്ടില്ലേ, നമ്മളിങ്ങനെ വഴിയെ കൂടെ നടന്നു പോകുമ്പോൾ അയൽപക്കത്തെ വീട്ടിലെ അവർ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും സുന്ദരനായ പട്ടി അവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നത്, അവൻ ചുമ്മാ ആക്രോശിക്കുകയാണ് നമ്മളെ കാണുമ്പോൾ എന്ന് പറയുന്ന പോലത്തെ മനുഷ്യരും നമുക്ക് ഈ ലോകത്ത് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവൃത്തി എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ തരത്തിലുള്ള, അല്ലെങ്കിൽ മനുഷ്യനിൽ നിന്ന് ആവിർഭിക്കുന്ന വേറൊരു തരത്തിലുള്ള പ്രവർത്തികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് ഹ്യൂമൻ ആക്ട് ആണ്, മനുഷ്യ പ്രവർത്തികൾ എന്നാണ് അതിന് പറയുന്നത്. ഇത് ശ്രദ്ധിക്കണം. മനുഷ്യ പ്രവർത്തികൾ ഏതാണ് പറയുന്നത്? അതെന്താണെന്നറിയാമോ? പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി ചെയ്യുന്ന പ്രവർത്തികളാണ് മനുഷ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്. പൂർണ്ണമായ അറിവുണ്ടായിരിക്കും, എൻ്റെ സമ്മതം ഉണ്ടായിരിക്കും, ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു തെരഞ്ഞെടുപ്പൊക്കെ നടത്തി ചെയ്യുന്ന കാര്യമാണ് ഏത്? മനുഷ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്. നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ട് നിങ്ങൾ പെണ്ണ് കാണാനും ചെറുക്കൻ കാണാനൊക്കെ പോയിട്ടുണ്ടാവും. അത് ശരിക്കും എന്താണ്? എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചു വിവാഹം കഴിച്ചേക്ക്, അതെ ഈ വ്യക്തിയെ ഞാൻ എൻ്റെ പാർട്ട്ണറായിട്ട് സ്വീകരിക്കാം എന്ന് നിങ്ങൾ തീരുമാനിച്ചു. അതെങ്ങനെയാ സംഭവിച്ചത്? ആ വ്യക്തിയെ അറിഞ്ഞ് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് അറിഞ്ഞ്, എന്നിട്ട് നിങ്ങൾ സമ്മതിച്ച് കെട്ടിയേക്കാം. എന്നിട്ട് സ്വതന്ത്രമായി തീരുമാനമെടുത്തു ഇതിനെ ഒന്ന് കെട്ടിയേക്കാം എന്ന്. കണ്ടോ? അതൊരു മനുഷ്യപ്രവൃത്തിയാണ്. അവിടെ മനുഷ്യന്റെ അറിവ്, സ്വാതന്ത്ര്യം, പിന്നെ അവന്റെ സമ്മതം, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഇൻവോൾവ്ഡ് ആണ്. ഇത് വോളണ്ടറിയാണ്, ബോധപൂർവമായ പ്രവൃത്തിയാണത്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് തരത്തിലുള്ള പ്രവർത്തികളില് ആക്ട് ഓഫ് മാൻ എന്ന് പറയുന്ന മനുഷ്യ പ്രവൃത്തിയിലാണ് നമ്മൾ ധാർമ്മികത അപ്ലൈ ചെയ്യുക. ഈ മനുഷ്യ പ്രവൃത്തിയില് ധാർമ്മികത ഉണ്ടോ ഇല്ലയോ, ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കുക. കാരണം ഒരു ഇമോഷൻ വരുമ്പോ അത് അവൻ അറിയാതെ ബോധപൂർവമായിട്ട് വരുന്നതല്ല, അതങ്ങനെ വരുവാണ്. എന്നാൽ മനുഷ്യനുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ, ഫീലിങ്സ് ഉണ്ടാകുമ്പോൾ അവന് അത് വേണ്ട രീതിയിൽ ക്രമീകരിക്കാനും നിയന്ത്രിക്കാനായിട്ടും സാധിക്കുമെന്നുള്ളത് മനുഷ്യന്റെ പ്രത്യേകത. അതാണ് അവനെ മനുഷ്യനാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന്. എനിക്ക് വികാരം വരുവാണ്, എനിക്ക് ഫീലിങ്സ് ഉണ്ടാവുകയാണ്, എനിക്ക് അത് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു. അത് മനുഷ്യന് മാത്രം പറ്റുന്ന കാര്യമാണ്, മൃഗത്തിന് പറ്റില്ല. ഒരു കുഞ്ഞു ഉദാഹരണം തന്നെ നിങ്ങൾ ഓർത്ത് നോക്കിക്കേ. നിങ്ങളിങ്ങനെ എന്താ പറയാ, മൃഗങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു പശുവിനെ വളർത്തുന്നുണ്ടെന്ന് വിചാരിക്കുക. പശുവിനെ, നല്ല മിടുക്കിയായ സുന്ദരി പശു. ആ പശുവിനെ നിങ്ങൾ ഇന്ന് ഒരു കെട്ട് പുല്ല് കൊണ്ടുപോയിട്ട് കൊടുക്കുവാണ്. അപ്പൊ പശു വിചാരിക്കുവാണ്, ഈ അടുത്ത കാലത്തൊന്നും പച്ചപ്പുല്ല് കിട്ടാനില്ല, വേനലാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ യജമാനനാണെങ്കിൽ വലിയ സ്ഥലമൊന്നുമില്ല, അതുകൊണ്ട് പുല്ല് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇന്നൊരു 1/4 കിലോ പുല്ല് നിന്നിട്ട് ബാക്കിയുള്ള കിലോ നാളത്തേക്കും മറ്റന്നാളത്തേക്കും വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കാമെന്ന് ഏതെങ്കിലും പശു തീരുമാനമെടുത്തതായിട്ട് ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അതാണ് അതിന്റെ ഡിഫറൻസ്. അങ്ങനെ ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് ഇടപെടാവുന്നതാണ്. ഇനി വേറൊരു കാര്യം പറയാം, നമ്മൾ വീട്ടിൽ പട്ടികളെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ ജർമ്മൻ ഷെപ്പേർഡ് ഒക്കെ ആയിരിക്കും. ജർമ്മൻ ഷെപ്പേർഡിന് നിങ്ങൾക്ക് ഒരാണും ഒരു പെണ്ണും ഉണ്ടെന്ന് വിചാരിക്കുക. അത് മേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് കുഞ്ഞുങ്ങളുണ്ടായി. 6-7 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ അതും ഒരു പൂർണ്ണ പട്ടിയുടെയൊക്കെ അത്ര വലുപ്പമാവും. അപ്പൊ അടുത്ത മേറ്റിംഗ് സീസൺ ആകുമ്പോൾ അപ്പം പട്ടി, അയ്യോ ഇതെന്റെ മകൾ പട്ടിയാണ്, അയ്യോ ഇതെന്റെ മകൻ പട്ടിയാണെന്നൊന്നും അവരൊന്നും വിചാരിക്കാറില്ല.
വികാരം വരുമ്പോൾ വികാരം വരുന്നത് പോലെ വരുന്നിടത്ത് വെച്ച് അവരങ്ങ് പ്രവർത്തിച്ച് കളയുവാണ്. ചില മനുഷ്യരൊക്കെ ഇങ്ങനെയുണ്ട്. അത് ആണായിക്കൊള്ളട്ടെ പെണ്ണായിക്കൊള്ളട്ടെ, ചിലരൊക്കെ അങ്ങനെ ഉണ്ട്. അങ്ങനെ ആകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധ്യപ്പെടുത്തലുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആകരുതെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അങ്ങനെ ആകാതിരിക്കാനുള്ള തീരുമാനമെടുക്കുന്ന സമയമാണത്, തീരുമാനമെടുക്കേണ്ട സമയമാണത്. ദൈവം മക്കളെ നൽകും. മക്കളെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് പരിശീലിപ്പിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകരായി മാറുന്നവരാണ് നിങ്ങൾ. മറന്നു പോകരുത് എന്ന് ഒരു അടിക്കുറിപ്പും അടിവരയും അച്ഛനിടുക. അപ്പോൾ നമ്മൾ ധാർമ്മികത എന്താണെന്ന് നമ്മൾ വളരെ ഷോർട്ടായിട്ട് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി നമുക്ക് ലൈംഗികതയെ കുറിച്ച് സംസാരിക്കാം. നമ്മുടെ സമയം അനുസരിച്ച് ഇത്ര മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. ഇനി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ് തന്നെ. കൊള്ളാം, നന്നായി കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? വെരി ഗുഡ്, സൂപ്പർ. ഇനി നമുക്ക് ലൈംഗികതയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ലൈംഗികതയ്ക്ക് തത്തുല്യമായ ഇംഗ്ലീഷ് പദം സെക്ഷുവാലിറ്റി, സെക്സ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്താണ് ഈ ലൈംഗികത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെക്സൂസ് എന്ന് പറയുന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് സെക്സ് എന്ന് പറയുന്ന പദം ഉണ്ടായത്. ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ സെക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ജാള്യതയാണ്. അയ്യോ ചീച്ചി, നാലാൾക്കാരെ കൂടുന്നത് ഇതൊരു പബ്ലിക്കായിട്ടൊന്നും സംസാരിക്കാൻ കൊള്ളാത്ത കാര്യമെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഓരോരുത്തരും എന്താണ് ലൈംഗികതയെക്കുറിച്ച് അറിഞ്ഞു വെച്ചിരിക്കുന്നത് എന്നതിനെ അടിസ്ഥാന കണ്ടിന്യൂ ചെയ്യാമോ? സ്വാഗതം കൊണ്ട് പറയേണ്ടി വരുമോ? പ്രിയ കൂട്ടുകാരെ, സോറി, നമ്മുടെ പാസ് സെന്റർ ഭാഗത്ത് കറണ്ട് പോയപ്പോ ലൈൻ കട്ടായി പോയതാണ്. ഓക്കെ, നമുക്ക് തുടരാം. നമ്മളൊരു ടോപ്പിക് കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. നമ്മൾ ഇനി ലൈംഗികതയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ലൈംഗികത നമ്മൾ പറഞ്ഞു വന്നതാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥതയാണ്, ചീച്ചി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഈ സെക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അത് നാലാൾക്കാർ കൂടിയിരിക്കുന്നിടത്തൊക്കെ അത് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് അതാണ് ശരി എന്നുള്ള ധാരണയിൽ, അത് ചിലപ്പോൾ തെറ്റിദ്ധാരണയാകും, ചിലപ്പോൾ നല്ല ധാരണയാകും, ആ ധാരണയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോ സെക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന ഒരു ആശയമുണ്ട്. ആ ആശയമാണ് സെക്സ് എന്ന് ധരിച്ച് നമ്മളിങ്ങനെ ജീവിക്കും. ഒരു ഉദാഹരണം പറയാം. ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പറയുന്ന കാര്യം ഇതാണ്: മനുഷ്യൻ അറിവ് ശേഖരിച്ചു വെക്കുന്നത് അവന്റെ ബുദ്ധിയിൽ ഇങ്ങനെ തൂക്കിയിടുകയാണെന്ന് പറയുന്നത്. ഒരു ഷെൽഫിൽ അടുക്കിടുക്കി വെക്കുന്നത് പോലെ തൂക്കിയിടുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ ഹുക്കിംഗ് ദ നോളജ് എന്നാണ് പറയുന്നത്. ഹുക്ക് ചെയ്യുക, നോളജ് ബ്രെയിനിൽ ഇങ്ങനെ തൂക്കിയിടുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹുക്കിംഗ് ദ നോളജ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ നോളജ് തൂക്കിയിടാൻ ഭാഗത്തിൽ ഫയലുകളായിട്ട് നമ്മൾ സ്കാൻ ചെയ്യുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അറിവ് ശേഖരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ സ്കാൻ ചെയ്ത് നമ്മൾ അതിന്റെ ചിലപ്പോൾ രുചി ഉണ്ടാകും, അതിന്റെ ചിത്രം ഉണ്ടാകും, അതിന്റെ സ്മെല്ലുണ്ടാകും, അതിന്റെ കാഴ്ചയുണ്ടാവും. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒറ്റ ഫയലായിട്ട് നമ്മളത് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹം ഇവിടെ ഇല്ല, പക്ഷെ നമ്മളെല്ലാവരും അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ. അതാണ് അതിന്റെ പ്രത്യേകത. നമ്മുടെ ബ്രെയിൻ
മനുഷ്യൻ അവന്റെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ സ്കാൻ ചെയ്ത് ബുദ്ധിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി മറ്റൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. നമ്മളുടെ മാർപ്പാപ്പായുടെ പെങ്ങളുടെ മകൻ നമ്മൾ ആരും കണ്ടിട്ടില്ല. കാരണം എന്താ? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അത് സ്കാൻ ചെയ്യുകയോ സൂക്ഷിച്ചു വെക്കുകയോ ചെയ്തിട്ടില്ല. അതാണ് അതിൻ്റെ അകത്തെ കാര്യം. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇതുമായി ബന്ധപ്പെടുത്തി ഇങ്ങനെയാണ് അറിവ് ശേഖരിച്ചു വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ലൈംഗികത അല്ലെങ്കിൽ സെക്സ്വാലിറ്റി എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്താണോ നമ്മുടെ ബുദ്ധിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് അതിനോട് അനുബന്ധിച്ചുള്ള പ്രതികരണങ്ങളായിരിക്കും ആ പദം കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അത് മോശമായ അറിവാണ് നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതികരണവും, നല്ല അറിവാണ് ശേഖരിച്ചു വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നല്ല പ്രതികരണവുമാവും ഉണ്ടാവും. ഈ സെക്സ് എന്ന് പറയുന്ന പദം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. സെക്സൂസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുണ്ടായതാണ്. എന്താണ് ഈ സെക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജീവനുള്ളവയിൽ, അത് മൃഗങ്ങളാകാം സസ്യലതാദികളാകാം, അതില് ആൺ പെൺ വ്യത്യാസത്തെ സൂചിപ്പിക്കുന്ന ഒരു പദം മാത്രമാണത്. ആണാണോ പെണ്ണാണോ? നിങ്ങൾക്ക് ഒരു ഫോം പഞ്ചായത്തിൽ നിന്ന് പൂരിപ്പിക്കാനായിട്ട് ലഭിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആ പോളിയോയില് ഒരു കുഞ്ഞി കോളം ഇട്ടിട്ട് സെക്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് നിങ്ങൾ വളരെ സന്തോഷപൂർവ്വം അത് മെയിൽ ആണെങ്കിൽ മെയിൽ, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ എന്നുള്ളത് ടിക്കിടാറുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ആർക്കും അയ്യേച്ചേ എന്നുള്ള ചിന്തയൊന്നും ഒരിക്കലും വരാറില്ല. കാരണം എന്താണ്? അത് സൂചിപ്പിക്കുന്നത് അത് ആണാണോ പെണ്ണാണോ, ജെൻഡർ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് യഥാർത്ഥത്തിൽ സെക്സ് എന്ന് പറയുന്നത്. അപ്പോ ഈ ലൈംഗികത എന്ന് പറയുമ്പോൾ അത് മനുഷ്യനുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ അത് എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലൈംഗികത അത് എവിടെയാണ്? ഇപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഒരാളോട് ചോദിക്കുകയാണ്, ഹലോ മിസ്റ്റർ എക്സ്, താങ്കളുടെ ശരീരത്തിൽ എവിടെയാണ് ലൈംഗികത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മിസ്റ്റർ എക്സ് ശരിയായിട്ടുള്ള അറിവ് ശേഖരിച്ചു വെക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ ഒരു 100 പേരുടെ മുന്നിൽ നിർത്തിയത് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ചൂളിപ്പോയെന്നിരിക്കാം. എന്നാൽ മിസ്റ്റർ എക്സിന് ശരിയായിട്ടുള്ള അറിവ് ലൈംഗികതയെക്കുറിച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 100 അല്ല 150 അല്ല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിലും അദ്ദേഹത്തിന് അവരുടെ മുമ്പിൽ വളരെ സന്തോഷത്തോട് നിൽക്കാനും അതെന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും സാധിക്കും. ഒരു വ്യക്തി മിസ്റ്റർ എക്സിനോട് ചോദിക്കുമ്പോൾ മിസ്റ്റർ എക്സ് നൽകുന്ന ഉത്തരം എന്താണെന്ന് അറിയാമോ? അത് നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു വ്യക്തിയുടെ നെറുകന്തലം മുതൽ ഉള്ളങ്കാല് വരെയുള്ള ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ശക്തിയാണ് ഏത്? ലൈംഗികത എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ നെറുകന്തലം മുതൽ ഉള്ളങ്കാല് വരെയുള്ള ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു ശക്തിയാണ് ലൈംഗികത എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും വിചാരിച്ചേക്കരുത് ഇനി മുതൽ ലൈംഗികത എന്ന് പറയുന്ന ശരീരത്തിൽ ഏതെങ്കിലും അവയവവുമായി ബന്ധപ്പെടുത്തി മാത്രമുള്ള ഒരു ഏർപ്പാടാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ പലപ്പോഴും കരുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, മനുഷ്യന്റെ സെക്ഷൽ ഓർഗനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആക്ടിവിറ്റിയും അതിനോട് ബന്ധപ്പെട്ടുള്ള ചില ചപലതകളും ഒക്കെയാണ് ലൈംഗികത എന്ന് നമ്മൾ ധരിച്ചു വശായിട്ടുണ്ട്. അങ്ങനെയല്ല. ഇത് ദൈവത്തിന്റെ ഒരു ദാനമാണ്. ഈ ദൈവത്തിന്റെ ദാനം നമ്മൾ സ്വീകരിച്ച് അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന വ്യക്തിത്വങ്ങളാണ്. ദൈവത്തിന്റെ ദാനമാണെങ്കിൽ അതൊരിക്കലും മോശമായിരിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ തന്നെ അറിയണം. ഈ പ്രപഞ്ചത്തിലെ എല്ലാം ദൈവം മനുഷ്യന് സൃഷ്ടിച്ച് നൽകിയിരിക്കുന്നതാണ്. ഒന്നും മോശമായിട്ടുള്ളതല്ല. പക്ഷേ എല്ലാം നമുക്ക് നന്മയായിട്ട് ഉപയോഗിക്കാൻ, തിന്മയായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഉദാഹരണം പറയാം. നിങ്ങൾ എല്ലാവരുടെയും വീടുകളിൽ കറിക്കരിയുന്ന കത്തിയുണ്ട്. കത്തി ശരിയാണ്, കത്തിയും കൊണ്ട് നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ കൈ മുറിയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കത്തിയൊക്കെ ഉപയോഗം കഴിഞ്ഞിട്ട് അതിനെ ഭംഗിയായിട്ടൊക്കെ എടുത്തു വെക്കും. കുഞ്ഞിപ്പിള്ളേരൊക്കെയാണെങ്കിൽ പറയും, അയ്യോ മോനെ കത്തി എടുക്കരുത് മുറിയും എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മൾ പ്രായപൂർത്തിയാകുമ്പോൾ പക്വത വരുമ്പോൾ നമ്മൾ എന്ത് പറയും? അത് കുഴപ്പമില്ല, അവനറിയാം കത്തി എടുത്ത് ഉപയോഗിക്കാനൊക്കെ. അപ്പൊ എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ എടുക്കുമ്പോൾ കത്തിയും കൊണ്ട് കൈയൊക്കെ മുറിയാറുണ്ട്. എന്നാൽ ഈ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഒരുത്തരെ കുത്തിക്കഴിഞ്ഞാൽ അവനെ കൊന്നുകളയാൻ പറ്റും, കഴുത്ത് കണ്ടിച്ചു കളയാനായിട്ടൊക്കെ പറ്റും. എന്ന് വെച്ചുകൊണ്ട് കത്തി
നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ നിങ്ങളെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, മനുഷ്യന് തീരുമാനമെടുക്കാനായിട്ട് സാധിക്കും. അവന് ബോധ്യമുണ്ട്, അവന് തെരഞ്ഞെടുപ്പുകൾ നടത്താൻ സാധിക്കും. അതിന്റെ പിൻബലത്തിൽ അവന് നല്ല തീരുമാനങ്ങൾ എടുത്ത് പ്രവൃത്തിപഥത്തിലേക്ക് നീങ്ങാനായിട്ട് സാധിക്കും. അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇത്. കത്തി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ഉപകരണമാണ്. മനുഷ്യന്റെ ബുദ്ധിയിലൂടെ അവൻ കണ്ടെത്തിയ, ദൈവം കനിഞ്ഞു നൽകിയ ഒരു ഉപകരണമാണ് കത്തി എന്ന് പറയുന്നത്. അത് നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാം, തിന്മയ്ക്കായിട്ട് ഉപയോഗിക്കാം. പക്ഷെ മനുഷ്യൻ അത് നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് നന്മയായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നല്ല ഉപകരണമായി മാറും. തിന്മയ്ക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് തിന്മയുടെ ഒരു ഉപകരണമായിട്ടും മാറും. എന്ന് വെച്ചുകൊണ്ട് അതുകൊണ്ട് തിന്മയും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആരും കത്തി ഉപയോഗിക്കാതിരിക്കുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കത്തി ഉണ്ട്. മറ്റൊരു കാര്യം, നമ്മളെല്ലാവരും പ്രകൃതി സ്നേഹികളാണ്. മരം നല്ലതാണ്, മരം ധാരാളം വെക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ട് മരമൊക്കെ വെപ്പിക്കാറുമുണ്ട് നമ്മൾ. ഈ മരത്തിലാണ് ചിലരൊക്കെ ഒരൊറ്റ തീരുമാനത്തിന്റെ പുറത്ത് പോയി കെട്ടിഞ്ഞാന്ന് മരിച്ചു കളയുന്നതൊക്കെ. എന്ന് വെച്ചോണ്ട് നമ്മൾ മരം നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ പോയി തൂങ്ങിച്ചാവെന്ന് വിചാരിച്ച് നമ്മളാരും മരമായ മരങ്ങളെല്ലാം വെട്ടിക്കളയാറില്ല. എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ലൈംഗികത എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ദാനമാണ്. ആ ദാനം മോശമായിട്ടുള്ളതല്ല, നന്മയായിട്ടുള്ളതാണ്. അത് എന്തിനു വേണ്ടി നൽകിയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് വലിയൊരു സർഗശക്തിയായിട്ട് മാറുകയാണ്. അത് വളരെ ഉപകാരപ്രദമായ കാര്യമായിട്ട് മാറുകയാണ്. എന്നാൽ ഇതിനെ തന്നെ മനുഷ്യൻ വികാരത്തിന്റെ പുറത്ത് അവൻ വീണ്ടും വിചാരമില്ലാതെ പലപ്പോഴും അവൻ അതിനെ ദുരുപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് മറന്നു കളയാനായിട്ട് പറ്റില്ല. അങ്ങനെ തെറ്റായിട്ടുള്ള അറിവ് ശേഖരിച്ചു വെച്ചിരിക്കുന്നവനാണ് സെക്സ് എന്ന് പറയുമ്പോൾ അവൻ എന്താണോ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുകയും അവൻ ആളുകളുമായിട്ട് പ്രായത്തിൽ നിന്ന് യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന ചില പിള്ളേരെ കണ്ടിട്ടുണ്ട്. അവർക്ക് നമുക്ക് ഒരു എതിർ സെക്സിൽപ്പെട്ട ഒരു വ്യക്തി വന്നിട്ട് മുഖത്ത് നോക്കി സംസാരിക്കും, മുഖത്ത് നോക്കാൻ പോലും പറ്റാതെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇനി ചിലപ്പോഴൊക്കെ ഇങ്ങനെ ലൈംഗികതയെ കുറിച്ചൊക്കെ ഇങ്ങനെ നാലാൾക്കാർ കൂടി നിൽക്കുന്ന എതിർ സെക്സിൽപ്പെട്ട ഗ്രൂപ്പിന്റെ ഇടയിൽ സംസാരിക്കേണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയ്യേ എന്നൊക്കെ പറഞ്ഞു പോകാനാണ്. അവരൊക്കെ അങ്ങ് വിളറിപ്പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എന്താ അതിന് കാരണം? ഇനി ചിലപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചില ഭവന സന്ദർശനങ്ങൾക്കൊക്കെ പോകും, അല്ലെങ്കിൽ ചില ഗ്രൂപ്പിലൊക്കെ ചെന്ന് നിന്നിട്ട് ചില ടോക്ക് കൊടുക്കാൻ ചെല്ലുമ്പം ചിലരോടൊക്കെ ചില കാര്യം മോളെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആകെ വികാര വിവശതയായി പോകുന്ന പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ആൺകുട്ടികളും അങ്ങനെയൊക്കെ ഉണ്ട്. എന്താണ് അതിന് കാരണം? കാരണം അവര് ധരിച്ചു വെച്ചിരിക്കുന്ന ലൈംഗികതയെക്കുറിച്ചുള്ള അറിവ് അത് തെറ്റായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ലൈംഗികതയെക്കുറിച്ച് നമുക്ക് ഇത്രയും ചുരുക്കത്തിൽ നമുക്ക് പറയാം, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പോ ഇനി ഈ വിവാഹ ജീവിതത്തിൽ എങ്ങനെയാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ലൈംഗികതയും ധാർമ്മികതയും എങ്ങനെ നമുക്ക് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലൈംഗിക അവയവം ഏതാണ് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഏതായിരിക്കും ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക അവയവം? ഒരു സംശയം വേണ്ട, അത് അവന്റെ ബ്രെയിൻ തന്നെയാണ്. അവന്റെ ബുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക അവയവം. കാരണം അവൻ അറിവ് ശേഖരിക്കുന്നത്, കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുന്നത്, ധാരണകൾ സ്വരുക്കൂട്ടുന്നതൊക്കെ അവന്റെ അറിവ് ഉപയോഗിച്ചുകൊണ്ടാണ്, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഓർക്കണം, പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് ഈ അറിവുകള്, കാഴ്ചപ്പാടുകള്, ധാരണകള് ഒക്കെ അവൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവന്റെ ബ്രെയിനാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക അവയവം എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോ ചില കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം ഇതാണ്. അവിടെ സ്ത്രീയും പുരുഷനും ചിലർ ആക്റ്റീവായിരിക്കും, ചിലർ പാസീവായിരിക്കും. എങ്ങനെയാണ് ആക്റ്റീവായിട്ടും പാസീവായിട്ടുമുള്ള അവസ്ഥാവിശേഷത്തിലേക്ക് അവർ വളരുന്നത് അല്ലെങ്കിൽ വളർന്നിട്ടുള്ളത്? അവർക്ക് ലഭിക്കുന്ന അറിവുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. അപ്പൊ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ധാരണ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഉണ്ടാകണം. ചിലരെ സംബന്ധിച്ച് ഭയങ്കര നാണം കുടുങ്ങികളായിരിക്കും. എന്താണ് അതിന് കാരണം? അത് അവർ വളർന്നു വന്ന സാഹചര്യത്തിലെ, സംസ്കാരത്തിലെ ചില കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട്
ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബ്രെയിൻ, ബുദ്ധി ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക അവയവവുമായിട്ട് മാറുകയാണ്. ഇനി അപ്പൊ അങ്ങനെ ചിലര് ആക്റ്റീവായിട്ടും പാസീവായിട്ടും പോകുന്നു എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കാനായിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ അപകടം ഇതാണ്. ചിലപ്പം ഒരു ഭാര്യയും ഭർത്താവും അവരിങ്ങനെ കുടുംബജീവിതമൊക്കെ ആരംഭിച്ചു, നോക്കുമ്പോൾ അവരിങ്ങനെ കിടക്കറ പങ്കുവെക്കേണ്ട അവസ്ഥ വന്നപ്പോൾ അവള് ഭയങ്കര ആക്റ്റീവ്. അപ്പൊ ഇവന്റെ ചിന്ത, ഇവള് നിൽക്കുന്ന പൂർവ്വ എക്സ്പീരിയൻസോട് കൂടിയാണോ ഇവള് വന്നിരിക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണകളൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടായി കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും സംശയരോഗങ്ങളൊക്കെ ആരംഭിക്കുന്ന അവസ്ഥാവിശേഷങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആരും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ അവൾക്കുണ്ടായി. അവൾ വളർന്നു വന്ന സാഹചര്യത്തിൽ അത് അവൾക്ക് മാതാപിതാക്കളിലൂടെ അല്ലെങ്കിൽ അധ്യാപകരിലൂടെ അവൾ വായിച്ചൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ അവൾക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് കിട്ടിയതാണ്. എന്ന് വെച്ചുകൊണ്ട് ഇവൻ പേടിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ, ഞാൻ ഇവളെയൊക്കെ എങ്ങനെയാണ്, ഇവളുടെ കൂടെയൊക്കെ എങ്ങനെ ജീവിക്കും എന്നുള്ള ചിന്തയൊന്നും ഒരിക്കലും കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലരെ സംബന്ധിച്ചിടത്തോളം ആശയവിനിമയം നടത്താൻ, കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് പല കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കുറഞ്ഞ തോതിലുള്ള കമ്മ്യൂണിക്കേഷനും, മറ്റു ചിലരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറെ കൂടിയ തോതിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധ്യതയുള്ളവരായിരിക്കും. അപ്പൊ അതിന് കാരണം എന്താണ്? അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവൻ ശേഖരിച്ചിരിക്കുന്ന അറിവിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം നന്നായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കാതെ പോകുന്നതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ആ ഒരു ബെസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഇങ്ങനെയാണ്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം വിരുന്നൊക്കെ ആയിട്ട് നിങ്ങൾ പെണ്ണിന്റെ വീട്ടുകാരുടെ അടുത്ത് പോവും, അതുപോലെ തന്നെ ആ ചെറുക്കന്റെ വിരുന്നുകാരുടെ അടുത്തൊക്കെ പോവും. അപ്പൊ ഇങ്ങനെ പെണ്ണും ചെറുക്കനും കൂടെയൊക്കെ പെണ്ണിന്റെ അമ്മാവന്റെ വീട്ടിലോട്ട് പോയി എന്ന് വിചാരിക്കുക, അങ്കിളിന്റെ വീട്ടിൽ ചെന്ന്. അപ്പൊ അവിടെ ചെന്നപ്പം ഉച്ചഭക്ഷണത്തിന്റെ സമയത്താണ് ചെല്ലുന്നത്. ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇവർ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് യാത്ര ചെയ്ത് പോയതാണ്. അങ്ങ് ദൂരെ കണ്ണൂരൊക്കെയാണ്. കണ്ണൂരൊക്കെ മലയിൽ കയറി ചെന്ന് മടുത്ത് അങ്ങനെ ചെന്നിരിക്കുമ്പോഴാണ് അവർ ഭക്ഷണം കഴിക്കാനായിട്ട് കഴിക്കാന്ന് പറഞ്ഞ ഉടനെ കൈ കഴുകി ഭക്ഷണം കഴിക്കാനായിട്ടിരുന്ന്. അപ്പം ഭക്ഷണം ആദ്യം ഇങ്ങനെ അറച്ചറച്ചൊക്കെ എടുത്തു. കാരണം ആദ്യമായിട്ട് അവളുടെ അങ്കിളിന്റെ വീട്ടിൽ പോണതാണ്. അപ്പോൾ എല്ലാവരും ചുറ്റും നിൽക്കുകയാണ്. ഇവള് തന്നെ കുറച്ച് ചേട്ടാ കഴിക്ക് എന്ന് പറഞ്ഞ് കുറച്ച് കോരി ഇങ്ങനെ ഇട്ട് കൊടുത്തു. എല്ലാം കഴിച്ചുകൊണ്ടിരുന്നു. അവൻ പെട്ടെന്ന് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു, പെട്ടെന്ന് കഴിച്ച്. അപ്പോ അവന്റെ അങ്കിളിന്റെ അമ്മായി, അവളുടെ അമ്മായി ചോദിച്ചു, ഇച്ചിരിയും കൂടി ഇടട്ടെ ചോറ് എന്ന് ചോദിച്ചു. ഇച്ചിരി കൂടി ചോറ്. അപ്പൊ ഇവൻ പറഞ്ഞു, വേണ്ട 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 വേണ്ട. അപ്പോ അമ്മായി അത് കേട്ടപ്പം പാത്രം അവിടെ വെച്ചിട്ട് വളരെ സന്തോഷത്തോടെ ഇവിടെ നോക്കി നിന്ന്, കുറച്ച് കഴിക്കുള്ളൂ, ഇത്രയൊന്നും കഴിച്ചാൽ പോരാ കേട്ടോ, കുറച്ചും കൂടിയൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന്. ഇവന് ശരിക്കും വിശക്കണമുണ്ട്. രാവിലെ വെളുപ്പിന് പോയതാണ്, കാപ്പിയൊന്നും കുടിച്ചിട്ടില്ല. എന്നിട്ട് അവിടെ ചെന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളാണെങ്കിൽ വീണ്ടും പാത്രത്തിൽ വീണ്ടും കോരിയിട്ടുണ്ട്, ഇവള് കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവൻ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അന്ന് വൈകുന്നേരം തന്നെ അവര് തിരിച്ചു പോന്നപ്പോ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം മുതൽ അവൻ പണിമുടക്കിലാണ്. അവന്റെ മുഖമൊക്കെ അങ്ങനെ കെറിവിച്ചിരിക്കുകയാണ്. ഇവൾക്കൊന്നും മനസ്സിലാവണില്ല. ഇവൻ പല ഭാഗത്ത് ചോദിച്ചു, ചേട്ടാ അത് കണ്ടോ ചേട്ടാ, ചേട്ടാ ഇത് കണ്ടോ ചേട്ടാ, ചേട്ടാ നമുക്ക് ഇവിടെ നിർത്തി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ ചേട്ടാ. ഒന്നും ഇവൻ കേൾക്കണില്ല. ഇവന് വിശപ്പില്ല, എനിക്ക് വേണ്ട എന്ന രീതിയിൽ അവൻ നിൽക്കുവാണ്. വീട്ടിൽ വന്ന് കുളിച്ച് കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ബെഡ്റൂമിൽ ചെന്ന് ചോദിച്ച്, അപ്പം ഇവൻ ആക്രോശിക്കുകയാണ്, നിന്റെ അമ്മായിക്ക് എന്തൊരു അമ്മായിയാണ്, അവർക്കൊക്കെ വല്ല മനുഷ്യത്വം ഉണ്ടോ? മനുഷ്യരൊക്കെ ഇവിടുന്ന് വെളുപ്പിനെ രാവിലെ ഈ മലപടക്കുകളും ചുരമൊക്കെ കയറി കണ്ണൂരിൽ എഴുന്നള്ളിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇച്ചിരി കഞ്ഞി പോലും തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഇങ്ങനെ കിടന്ന് ആക്രോശിക്കുകയാണ്. അപ്പൊ ഇവിടെ ചോദിച്ചു, അതെന്താ ചേട്ടാ, അവിടെ നമുക്ക് എല്ലാം ഉണ്ടായിരുന്നല്ലോ, എനിക്ക് വിശപ്പൊക്കെ മാറി, ഞാൻ കഴിച്ചല്ലോ. അപ്പോ ചോദിച്ചപ്പോ മനസ്സിലാകുകയാണ്, അമ്മായി ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ കഴിക്കു കുട്ട എന്ന് പറഞ്ഞ് ഇട്ടുകൊടുക്കാൻ ചെന്നുള്ളൂ. ഇവന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അമ്മ പലയാവൃതി, എടാ ഇച്ചിരി കഴിക്കടാ, വേണ്ട നീ ഞാൻ കഴിച്ചേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കോരിയിട്ട് കൊടുക്കുന്ന അമ്മയാണ്. ഇവൻ പരിശീലിക്കപ്പെട്ടിരിക്കുന്ന അങ്ങനെയാണ്. ഇവൻ വിചാരിച്ച് ഇവൻ ചെല്ലുന്നിടത്തെല്ലാം ഇതുപോലെ ഇങ്ങനെ കോരിയിട്ട് കൊടുക്കുമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. കണ്ടോ, കമ്മ്യൂണിക്കേഷൻ നടത്തിയപ്പോഴുള്ള തെറ്റ്. വേണ്ട എന്ന് പറഞ്ഞാൽ വേണം എന്നാണ് അർത്ഥം അവനെ സംബന്ധിച്ചിടത്തോളം.
ഇതുപോലെ കുടുംബജീവിതത്തിൽ ധാരാളം ഇൻസിഡന്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും വേണ്ടെന്ന് പറയുന്നതൊക്കെ വേണമെന്നാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന വിവേകം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ കൂട്ടുകാരെ നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങളുടെ പാർട്ട്ണർക്ക് ചിലപ്പോൾ വേണമെന്ന് പറയുന്നത് വേണ്ട എന്നും വേണ്ട എന്ന് പറയുന്നത് വേണമെന്നുമാണെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. അത് പഠിക്കണം, അത് കമ്മ്യൂണിക്കേഷൻ നടത്തണം, ഇരുന്ന് സംസാരിക്കണം നിങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ചില കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ചില കടയിലൊക്കെ പോകും, പർച്ചേസിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, ഈ ആണുങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇവളുടെ പുറകെ ഇങ്ങനെ ചുമ്മാ സഞ്ചി പിടിച്ച് നടക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവളാണ് ഇടിച്ചു കയറി അതിനെന്താ വില, ഇതിനെന്താ വില, അത് വേണ്ട, ഇത്ര വിലയോ, ഇങ്ങനെയൊക്കെയാണോ സാധനങ്ങൾ, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചത്. ഇവൻ ഇങ്ങനെ പഞ്ചപുച്ഛം അടക്കി ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകെ നടക്കുവാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എന്നാൽ വേറെ ചില കുടുംബങ്ങളിലാണെങ്കിലോ ഇവള് കമാന്നൊരക്ഷം വേണ്ടില്ല, ഇവിടെ ഇങ്ങനെ ചേട്ടനോട് ചേർന്നിട്ട് ഇത് വേണോ, തലയും കൊണ്ട് ഇങ്ങനെ ആട്ടും ഇങ്ങനെ ആട്ടിക്കൊണ്ട് മാത്രം ഇരിക്കും. കണ്ടോ, കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന രീതികളാണ്. നിങ്ങൾ ആരും ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടോ എന്ന് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ധാരാളം ആൾക്കാരുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പാർട്ണർ തന്നെയായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കഴിയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അവരോട് സംസാരിച്ച് ഇവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗ്രഹിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. ചിലപ്പോൾ ഇങ്ങനെ ഗ്രഹിക്കാൻ വേണ്ടി രാവിലെ മുതൽ ഇന്ന് നമ്മളെ പഠിക്കാൻ വേണ്ടി ഇരിക്കുവാണെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു മാവിന്റെ ചുട്ടി 2 കസേര ഇട്ടുകൊണ്ട് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക. നിന്റെ ഇഷ്ടങ്ങൾ പറയാം, എന്റെ ഇഷ്ടങ്ങൾ പറയാം, ഞാൻ ഇങ്ങനെയാണ്, നീ അങ്ങനെയാണ് എന്നല്ല പറഞ്ഞിരിക്കേണ്ടത്. ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു. അപ്പൊ അത് മനസ്സിൽ കുറിച്ച് വെക്കുക. എന്റെ ചേട്ടൻ ഇങ്ങനെയാണല്ലേ, ഓക്കെ, അപ്പൊ അത് കുഴപ്പമില്ല, ഞാൻ അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ പരസ്പരം സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കാത്ത ഇടങ്ങളിൽ കുടുംബജീവിതം വലിയ പ്രശ്നമുള്ളതായിട്ട് മാറും. അപ്പൊ കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക അവയവം എന്ന് പറയുന്നത് ഈ ബ്രെയിനാണ്. ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കിയതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രതികരണങ്ങളും വരുന്നത് അതിൽ നിന്നാണെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി, കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ മാറ്റി വച്ചിരിക്കണം. എന്നോ തിരക്കാന്ന് പറഞ്ഞാലും കുറച്ച് സമയം അതിനുവേണ്ടി നിങ്ങൾ കണ്ടെത്തണം. പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. കുറച്ച് നേരം ഇതിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ കുണുകുണൂന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചെറുക്കനാണെങ്കിൽ കമാന്നൊരു വർഷം മിണ്ടിന്ന് വരില്ല. എന്നാലും ഈ സംസാരം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ലൈംഗികത എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ദാനമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിനെ നമ്മൾ നല്ലതായിട്ട് സ്വീകരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നല്ലതായിട്ട് സ്വീകരിക്കാൻ പഠിക്കണം. നല്ലതായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിലുണ്ടല്ലോ അത് നമുക്ക് വലിയ പ്രശ്നമായിട്ട് തീരും. ഉടനെ അവൾ നോക്കുന്നതും കാണുന്നതും എല്ലാം പ്രശ്നങ്ങളായിട്ട് മാറും. ലൈംഗികതയെ നല്ലതായിട്ട് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ നോക്കുന്നതും അവനെക്കുറിച്ച് ഇനിയിപ്പോ ചേട്ടൻ ഇപ്പൊ പോയിട്ട് വൈകുന്നേരം വരുള്ളൂ, എന്താക്കി ആയിരിക്കുമോ സംഭവിക്കുന്നത്, എവിടെയാണോ പോയത് എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാകാനും ഒക്കെ അതിന് കാരണമാകാം. അതുകൊണ്ട് ലൈംഗികത ദൈവത്തിന്റെ ദാനമാണ്. അതിനെ നല്ലതായിട്ട് കാണാനായിട്ടും അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ടും നിങ്ങൾ പരിശ്രമിക്കണം. മൂന്നാമത്തെ കാര്യം, മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മൂന്നാമത്തേതാണ് അത് ലൈംഗികതയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് തിരിച്ചറിയുക എന്നുള്ളതാണ്. ലൈംഗികതയുടെ ലക്ഷ്യങ്ങള് പ്രധാനമായിട്ടും 2 ലക്ഷ്യങ്ങളും മൂന്നാമതായിട്ട് ഒരു ആഡ് ഓൺ പ്രോഗ്രാമും ഉണ്ടെന്നാണ് തിരിച്ചറിയുന്നത്. ഇനി അതിനെക്കുറിച്ച് അങ്ങനെ പറയാതിരിക്കാൻ കുറച്ചും കൂടി നന്നായിട്ട് പറയുകയാണെങ്കിൽ 3 കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കണം. അതാണ് 3 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, ദമ്പതികൾ തമ്മിലുള്ള സ്നേഹം. രണ്ടാമതായിട്ടുള്ളത് പുതുതലമുറയ്ക്ക് ജന്മം കൊടുക്കുക, ജീവദായകമായ കാര്യം, പുതുതലമുറയ്ക്ക് ജന്മം കൊടുക്കുക. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ജന്മം കൊടുത്ത മക്കളെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. ഈ 3 കർത്തവ്യങ്ങൾ ഈ കുടുംബ ജീവിതത്തിൽ ഉണ്ട് എന്ന കാര്യം ഓർക്കണം. ലൈംഗികതയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ദൈവം ഈ ദാനം നൽകിയിരിക്കുന്നത് ഈ 3 കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ അപ്പനും അമ്മയും ഒക്കെ ജന്മം കൊടുത്ത മക്കളെ പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമാക്കിക്കൊണ്ടാണ് വീട്ടിൽ ഇങ്ങനെ സൗകര്യമൊക്കെ ഉണ്ടാക്കി പ്രീകാന കോഴ്സ് കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരവരുടെ ലൈംഗികത എക്സിക്യൂട്ട് ചെയ്യുവാണെന്നുള്ള കാര്യം ഓർക്കണം. ഓക്കെ, ഇനി അങ്ങനെ ലൈംഗികത കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ലൈംഗികതയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക അവയവം ബുദ്ധിയാണ്, നമ്മുടെ ബ്രെയിൻ ആണെന്ന് പറഞ്ഞു.
രണ്ടാമത് ദൈവത്തിന്റെ ദാനമാണെന്ന് പറഞ്ഞു. മൂന്നാമത് ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഇനി ഈ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും ഒക്കെ കണ്ടുമുട്ടാവുന്ന ചില ലൈംഗിക തിന്മകളെ കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. സെക്ഷൽ അബറേഷൻസ് എന്നാണ് അതിനെ വിളിക്കുക. ലൈംഗിക തിന്മകൾ, സെക്ഷൽ അബറേഷൻസ്. ഒന്നാമത്തെ കാര്യം, അത് കുടുംബജീവിതത്തിന് അവിശ്വസ്തതയാണ്, അല്ലെങ്കിൽ വ്യഭിചാരമാണ്. വ്യഭിചാരം. വിവാഹിതരായ വ്യക്തികള് ആ കുടുംബജീവിതത്തിന് പുറത്ത് മറ്റൊരു വ്യക്തിയുമായിട്ട് ബന്ധങ്ങൾക്ക് പോകുമ്പോഴാണ് അത് വ്യഭിചാരമായി മാറുന്നത്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ അവര് മറ്റേതെങ്കിലും വ്യക്തികളുമായിട്ട് ശാരീരികമായിട്ട് ബന്ധം സ്ഥാപിക്കാനായിട്ട് പോകുന്നതിന് അതിനെ പ്രീ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കും. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ സ്ത്രീ പുരുഷന്റെ ശരീരത്തിലെ ഒരു അവയവവും പുരുഷൻ സ്ത്രീയുടെ ശരീരത്തിലെ ഒരു അവയവവുമാണെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോ അവിശ്വസ്തത ആ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം അത് തൻ്റെ പാർട്ട്ണറോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. നീ നിന്റെ ഭർത്താവിന്റെ ശരീരത്തിലെ ഒരു അവയവമാണെന്നുണ്ടെങ്കിൽ, നിന്റെ ഭാര്യയുടെ ശരീരത്തിലെ അവയവമാണെന്നുണ്ടെങ്കിൽ, നീ ആ ശരീരത്തോട് വിശ്വസ്തത പുലർത്താതെ വേറെ എന്തെങ്കിലും ശരീരത്തിന്റെ ഭാഗം പറ്റില്ല എന്നുള്ളത് മാത്രമല്ല, അത് നീ ഏത് ശരീരത്തിൽ നിന്നാണോ വേർവിട്ടു പോകുന്നത് ആ ശരീരത്തെ നശിപ്പിക്കുകയും കൂടി ചെയ്യുന്നതാണെന്നുള്ള കാര്യം മറക്കരുത്. വ്യഭിചാരത്തിന്റെ ദുർഭൂതം എന്നാണ് ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത്. കാരണം അത് വീണ്ടും വീണ്ടും അതിനുള്ള ത്വര ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ നിങ്ങൾ ചിലപ്പോ ഏതെങ്കിലുമൊക്കെ വ്യക്തിയുമായിട്ട് ഇതുപോലെ ലൈംഗികമായ ബന്ധത്തൊക്കെ പോയിട്ടുള്ളവരായിരിക്കാം. അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ കീഴ്പ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ നീ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നീ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് വിവാഹം എന്ന കൂദാശ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. നീ ആദ്യമേ തന്നെ അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നീ കുമ്പസാരിക്കണം. ആ പാപങ്ങൾ ഇനി ഒരിക്കലും ചെയ്യില്ലെന്ന് തീരുമാനമെടുക്കണം. എൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് അവസാന ശ്വാസം വരെ ഞാൻ വിശ്വസ്തയോടുകൂടി വർത്തിക്കുമെന്ന് ഒരു വലിയ ശപഥം തന്നെ നിങ്ങൾ ചെയ്യണം. പഴയകാല ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ വാന്തി വന്നുകൂടായികയില്ല, വീണ്ടും വന്നുകൂടായികയില്ല. അപ്പോൾ അത് നീ തമ്പുരാന് സമർപ്പിച്ച് നീ ഈശോയെ നിന്റെ തിരുരക്തത്താൽ ആ ചിന്തകളെല്ലാം കഴുകി കളയണമേ എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിന്റെ ജീവിത പങ്കാളിയോട് ഇനി പോയി അത് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത് പഴയകാല ജീവിതമായിരുന്നു. ഇനി അങ്ങനെ ഒന്നില്ല. നിന്റെ ജീവിതത്തിന്റെ പുതിയൊരു അധ്യായം ഇവിടെ തുടങ്ങുക. ചിലപ്പോഴെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുള്ള ഒരു വലിയ സങ്കടകരമായ സിറ്റുവേഷൻ ഞാൻ ഇവിടെ പറഞ്ഞ് സൂചിപ്പിക്കാം. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് ആദ്യത്തെ 2-3 ദിവസങ്ങളിലൊക്കെ ഇവനോട് ചോദിക്കണം, ചേട്ടൻ ആരുടെങ്കിലും ലവ് ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പുറകെ നടക്കുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ട്. അവസാനം അവൻ കരുതിയിട്ട് ഉണ്ടായിരുന്നു, 3-4 തന്നെ ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ കോഴിക്കോട് പോയപ്പോൾ അവിടെ നിന്നുണ്ടായിരുന്നു, ബാംഗ്ലൂർ ആയപ്പോൾ അങ്ങനെയായിരുന്നു, ലണ്ടനിലായിരുന്നപ്പോൾ പറയുകയും വേണ്ട എന്നൊക്കെ തമാശക്ക് വേണ്ട ചിലപ്പോൾ പറഞ്ഞുകൂടായില്ല. അതോടുകൂടി കഴിഞ്ഞ് വീട്ടിലോട്ട് ഫോൺ വിളിയായി, ഞാൻ ഇവിടെ നിൽക്കില്ല, ഈ ചേട്ടൻ കൊള്ളത്തില്ല, ഞാൻ അന്നേ പറഞ്ഞതാണ് വേണ്ടാന്ന് എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇത് നേരെ തിരിച്ചു. ചിലപ്പോഴൊക്കെ ചില ചെറുക്കന്മാർ വിവരമില്ലാണ്ട് ബോധമില്ലാണ്ടൊക്കെ ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ്, എടി നമ്മൾ ഏതായാലും പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് നമ്മൾ പണ്ടൊക്കെ നീ എങ്ങനെയായിരുന്നു, എനിക്കിങ്ങനെ പണ്ട് അവിടെ ഒരു ലൈൻ ഉണ്ടായിരുന്നു, ഞാനിങ്ങനെ അങ്ങനെ ആയിരുന്നു, പക്ഷെ അതൊക്കെ ഇല്ല, നീ എങ്ങനെയായിരുന്നു? അപ്പൊ ഇവരിങ്ങനെ ഇത്രയും ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ട് അവളുടനെ അതങ്ങോട്ട് പറയും, അയ്യോ ചേട്ടാ എനിക്കും ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലാതെ തെറ്റില്ലാത്ത ചില വള്ളിക്കെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു വരും. അവിടെ തുടങ്ങി പ്രശ്നം, സംശയം. അവൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇനിയും അത് ഉണ്ടായിക്കൂടായില്ല എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുമ്പസാരം ഇത് പാപമാണ്. എന്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം വീണ്ടും പറഞ്ഞ് ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് എൻ്റെ ഈശോ അതെല്ലാം മായ്ച്ചു കളഞ്ഞിട്ടുള്ളതാണ്. പുതിയ ജീവിതം നീ ആരംഭിച്ചിട്ടുള്ളതാണ്. കുമ്പസാരം എന്ന കൂദാശ വഴി പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ പാപമോചനം ലഭിക്കുമ്പോൾ നിനക്ക് പാപമോചനം ലഭിക്കുക മാത്രമല്ല, പാപം ചെയ്യാതെ കൃപയും കൂടി ലഭിക്കുന്നുണ്ട്.
ആ കൃപയെ കൂടുതൽ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കുന്നതിന് വേണ്ടി നീ വീണ്ടും വീണ്ടും കുടുംബ പ്രാർത്ഥനയിലൂടെയും ബൈബിൾ വാചനത്തോടെയും പ്രാർത്ഥനയിലൂടെയും കുർബാനയിലൂടെയും ഒക്കെ നിനക്ക് ഉത്തേജിപ്പിക്കാനായിട്ട് സാധിക്കും. നിനക്കിപ്പോൾ ഒരു പങ്കാളിയും കൂടിയുണ്ട്, അവളോടൊപ്പം നീ അതുപോലെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ശിഷ്ടകാലം ഒരു നല്ല കുടുംബജീവിതം നയിക്കാൻ സാധിക്കും. നല്ലൊരു കുടുംബനാഥന് ജീവിക്കാനായിട്ട് പറ്റും. ആ കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ഇനി ഒരു കാര്യം കൂടി എന്നോട് സൂചിപ്പിക്കട്ടെ. നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇപ്പോൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ആദ്യത്തെ ഒരു 10-15 വർഷമൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് പോയിരിക്കും. ചിലപ്പോൾ അത് കഴിയുമ്പോഴായിരിക്കും ഒരു രസമില്ല, ഇതിനേക്ക് എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇതിനേക്ക് ഏത് സമയത്ത് കെട്ടാൻ തോന്നിയാവോ എന്നുള്ള ചിന്തയൊക്കെ വരും. അങ്ങനെ വരുമ്പോഴാണ് ചിലപ്പോ പുതിയ ആൾക്കാരെ കാണുമ്പോൾ എന്ത് ഭംഗിയാ ഇതിനെ കാണാൻ, ഇതിനൊക്കെ ഇത്രയും പ്രായമായിട്ടും ഇതിന് ഒരു കുറവും വന്നിട്ടില്ലല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ചിലരോടൊക്കെ ആവശ്യമില്ലാത്ത അറിയാത്ത ചില ഇഷ്ടങ്ങളൊക്കെ തോന്നി തുടങ്ങും. അങ്ങനെ ചിലപ്പോൾ ആ വ്യക്തിയുടെ കൂടെ ചിലപ്പോൾ ഒരു പാർക്കിൽ പോയെന്നിരിക്കാം, ചിലപ്പോ ഒരു സിനിമയ്ക്ക് പോയെന്നിരിക്കാം, ചിലപ്പോ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയെന്നിരിക്കാം. ഇത് നിന്റെ മകൾ അറിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഒരിക്കലും മറന്നു പോകരുത്. ഒരു മകളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്റെ അപ്പനും അമ്മയും വിശുദ്ധയാണെന്ന് അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അഭിസാരകനോ അഭിസാരികയാണെന്ന് അറിയപ്പെടാൻ വേണ്ടിയിട്ടല്ല. വഴിപിഴച്ചവളോണെന്ന് അറിയാൻ വേണ്ടിയില്ല. പിഴച്ച അമ്മയുടെ മകളാണ് ഞാൻ എന്ന് അറിയപ്പെടാനായിട്ട് ഒരു മകളും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്ങാനും അറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ജീവിതത്തിൽ വലിയ മുറിവിന് കാരണമാവും. അവളും നാളെ വാശിക്ക് അങ്ങനെ ആയിക്കൂടായില്ല, അല്ലെങ്കിൽ വാശിക്ക് അവരും അങ്ങനെ ആയിക്കൂടായില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ കൂട്ടുകാരെ, ഇത് സീരിയസ് കാര്യമാണ്, മറന്നു പോകരുത്. ദൈവം സഹായിക്കും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. മിശിഹായോട് ചേർന്നിട്ട് ജീവിതം നയിക്കാൻ മിശിഹ നമ്മളെ സ്വന്തമാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് തോബിത്തിന്റെ പുസ്തകത്തിൽ തോബിത് പ്രാർത്ഥിച്ചതുപോലെ, തമ്പുരാനെ ഞാൻ ഇവനെ സ്വീകരിക്കുന്നത് നിഷ്കളങ്കമായ പ്രേമത്താലാണ്. എന്റെ ഇവളോടൊപ്പം വാർദ്ധക്യത്തിലെത്താൻ എന്നെ അനുഗ്രഹിക്കൂ എന്നായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥന. മറക്കരുത്. രണ്ടാമത്തെ ഒരു അബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസ് ആണ്. കുടുംബജീവിതത്തിലെ റേപ്പ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നമ്മൾ റേപ്പ് സ്റ്റോറീസ് ഒക്കെ ധാരാളം പത്രങ്ങളിൽ നമ്മുടെ പത്രങ്ങളിലൊക്കെ എന്നും വായിക്കുന്നതാണ്. അത് നമുക്ക് പുത്തരിയിലാണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സങ്കടകരമായിട്ടാണ് അങ്ങനെ പറയുന്നത്, പുത്തരിയിലാണ്ടായി മാറി. അത് പറയുമ്പോൾ പോലെ എനിക്ക് വേദനയുണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കണം, ഈ കുടുംബജീവിതത്തിൽ എന്തിനാ റേപ്പിന്റെ ആവശ്യം? കാരണം അവൻ നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ നിങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് താല്പര്യത്തോടുകൂടി പരസ്പര ധാരണയോടും സ്നേഹത്തോടും കൂടി വേണം നിങ്ങൾ ലൈംഗിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ. സ്നേഹം പങ്കുവെക്കുന്നതിന് പല രീതികളുണ്ട്. അതില് ഏറ്റവും പ്രധാനപ്പെട്ട രീതികളിൽ ഒന്നാണ് ഈ ലൈംഗികമായിട്ട് ഒന്നായി ചേരുക എന്ന് പറയുന്നത്. അതുകൊണ്ട് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ലൈംഗികത മാത്രമല്ലെന്നുള്ള കാര്യം ഓർക്കണം. ലൈംഗികത ഇല്ലാതെ നമുക്ക് സ്നേഹിക്കാനായിട്ട് പറ്റൂ എന്നുള്ള കാര്യവും പറഞ്ഞു പോകരുത്. അപ്പൊ അതുകൊണ്ട് ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന ഈ കാര്യമുണ്ടല്ലോ, അവൾക്ക് താല്പര്യമില്ലെങ്കിൽ അവളെ കീഴ്പ്പെടുത്തി നിന്റെ സുഖങ്ങൾ, ശാരീരികമായ കാമനകളൊക്കെ നീ തൃപ്തിപ്പെടുത്തുന്ന അവസ്ഥാവിശേഷങ്ങൾ, അത് നേരെ തിരിച്ചു അതൊരിക്കലും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അവളൊരു വസ്തുവല്ല, വ്യക്തിയാണെന്നുള്ള കാര്യമാണ് തിരിച്ചറിയേണ്ടത്. വസ്തുവാണെങ്കിൽ നിനക്ക് ഇഷ്ടപ്രകാരം ഉപയോഗിക്കാം, പക്ഷെ അവളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അവൾക്കും നിന്റേതുപോലെയുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും, നിന്റേതുപോലെ ചിന്തിക്കാനും തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റിയും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. അത് മറന്നു പോകുന്നിടത്താണ് ഈ റേപ്പ് അത് ആരംഭിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം ലൈംഗിക അവകാശങ്ങൾ നിഷേധിക്കുക എന്നുള്ളതാണ്. നിന്റെ പങ്കാളിക്ക് ലൈംഗികമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കാൻ ഒരിക്കലും ഇടവരരുത്. ബൈബിൾ തന്നെ പറഞ്ഞിട്ടില്ലേ, വിശുദ്ധ ഗ്രന്ഥം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നീ ഇനിമേൽ നിന്റെ പുരുഷന്റെ ശരീരത്തിലെ അവയവവും നീ ഇനിമേൽ നിന്റെ സ്ത്രീയുടെ ശരീരത്തിലെ അവയവമാണെന്നാണ് പറയുന്നത്. അപ്പൊ നീ നിന്റേതല്ല, നീ അവന്റേതാണെന്നുള്ളതാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നീ അവളുടേതാണെന്നാണ് ഓർക്കുന്നത്. അങ്ങനെ ഓർക്കുമ്പോൾ അവളുടെ സന്തോഷമാണ് നിന്റെ സന്തോഷം, അവന്റെ സന്തോഷമാണ് നിന്റെ സന്തോഷം. ചേട്ട സന്തോഷത്തോടെ ഇരിക്കുന്ന കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മോളെ, നീ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുന്നതാടാ എനിക്ക് തൃപ്തി എന്ന് പറയുന്നിടത്താണ് കുടുംബജീവിതം പുഷ്പിക്കാനായിട്ട് തുടങ്ങുന്നുള്ള കാര്യം ഓർക്കണം. അവിടെയാണ് കാത്തിരിക്കാനായിട്ട് സമയം ഉണ്ടാകുക, അവിടെയാണ് പങ്കുവെക്കാൻ താല്പര്യം ഉണ്ടാകുക, അവിടെയാണ് എല്ലാ ആഘോഷമായിട്ട് മാറുന്നത്, ആനന്ദം അവിടെയാണ് ഉണ്ടാകുന്നത്. ആ കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് പാർട്ട്ണറിന്റെ അവകാശങ്ങൾ നിഷേധിക്കരുത്. അത് കണ്ട് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ആ കാര്യത്തിലേക്ക് ഇടപെടണം എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, സ്വന്തം സുഖം മാത്രം നോക്കിയാൽ പോരാ. ഇപ്പൊ കുടുംബജീവിതത്തിലേക്കൊക്കെ പ്രവേശിച്ചു കഴിയുമ്പോൾ
ഒരു തമാശന്റെ കാര്യമാണെങ്കിൽ തമാശ പറയും, ഇവനിങ്ങനെ തമാശ പറയും, അവളിങ്ങനെ ഇരുന്ന് ചിരിച്ചോണം. അവൾ പറയുന്നത് ഒന്നും ഇവനൊന്നും പ്രോത്സാഹിപ്പിക്കുക പോലുമില്ല. അത് തമാശന്റെ കാര്യത്തിൽ. ഇനി അഭിപ്രായത്തിന്റെ കാര്യമാണെങ്കിൽ അഭിപ്രായത്തിന്റെ കാര്യത്തിൽ അവൾ അഭിപ്രായം പറയും, അത് മുഴുവൻ ഇവൻ അംഗീകരിച്ചോണം, അല്ലെങ്കിൽ പ്രശ്നമായി. അഭിപ്രായത്തിന്റെ കാര്യം, സ്വന്തം ഇഷ്ടം. ഇനി ലൈംഗികമായ സ്നേഹം പങ്കുവെക്കുന്ന കാര്യത്തിലാണെങ്കിലോ അവന് ഇന്ന് താല്പര്യം തോന്നുകയാണ്, അവനിങ്ങനെ അതിനുവേണ്ടി അവളെ പ്രേരിപ്പിച്ചു, അവര് ലൈംഗികമായിട്ട് ഒന്നായി ചേർന്നു, അവൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ അവൻ മാറി കിടന്ന് അവൻ ഉറങ്ങുന്ന അവസ്ഥ. ഇവൾക്ക് അതിൻ്റെതായ സന്തോഷം ലഭിച്ചോന്നോ തൃപ്തി ലഭിച്ചോ എന്നോ ഒന്നും അന്വേഷിക്കാതെ സ്വന്തം സുഖം മാത്രം അന്വേഷിച്ച് അതിൽ തൃപ്തി കണ്ടെത്തി കിടക്കുന്ന സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തിയായി മാറരുതേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ഭാര്യമാരായി മാറരുത് നിങ്ങൾ, അങ്ങനെയുള്ള ഭർത്താക്കന്മാരുമായി മാറരുത്. രണ്ടുപേരുടെയും തൃപ്തി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗികത പുഷ്പിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി മറ്റൊരു കാര്യം, അഞ്ചാമത്തെ കാര്യം, ലൈംഗിക സുഖം വേണം, പക്ഷെ കുട്ടികൾ വേണ്ട എന്നുള്ള ധാരണ ചിലർക്കെങ്കിലും ഒക്കെ ഉണ്ട്. കുട്ടികളൊക്കെ നാശമാണ് എന്നാണ് ചിലരുടെയൊക്കെ വാദം. അവർ പറയുന്നത് എങ്ങനെയാണ്, പിള്ളേരെ കാണാൻ രസം, പക്ഷെ അതുങ്ങളങ്ങനെ വാ പൊളിക്കാൻ തുടങ്ങിയാണല്ലോ പിന്നെ അതുങ്ങളെ ഒന്നിനും കൊള്ളത്തില്ല എന്നാണ് പറയുന്നത്. കാരണം ഭയങ്കര ശല്യമാണെന്നാണ് പറയുന്നത്. പിന്നെ അവർ പറയുന്നതാണ്, ഞങ്ങളിങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരിക്കുമല്ലോ, നിങ്ങൾ സുഖിച്ചിങ്ങനെ കറങ്ങി നടക്കുകയല്ലേ, ഞങ്ങൾക്ക് ഇന്നിപ്പം ഞാൻ സിംഗപ്പൂരാണെങ്കിൽ നാളെ ഞാൻ ആംസ്റ്റർഡാമിലാണ്, നാളെ ആംസ്റ്റർഡാമിലാണെങ്കിൽ മറ്റന്നാൾ ചിക്കാഗോയിലാണ്. ഈ ജീവിതത്തിനിടയിൽ ഒരു കൊച്ചു വയ്യാവേലിയാണ്, വേണ്ട എന്നാണ് ചിലരുടെയൊക്കെ മതം. ഞാൻ പള്ളിയിൽ വികാരിയായിരുന്നു. അപ്പൊ ഇങ്ങനെ നമസ്കാരം ചെല്ലിക്കേൽപ്പിക്കാനൊക്കെ പിള്ളേർ വരുമ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ അവസാനമായിട്ട് ഒരു കുഞ്ഞു ഉപദേശം കൊടുക്കാനുണ്ട്, മക്കളൊക്കെ ധാരാളം വേണം, അപ്പോ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണം എന്നൊക്കെ പറയാം. അച്ഛാ അതൊക്കെ സമയമുണ്ട് അച്ഛാ, ഞങ്ങൾ ആദ്യം ഒരു 3-4 വർഷം ഇങ്ങനെ അടിപൊളിയായിട്ട് ജീവിക്കട്ടെ, ഞങ്ങളൊന്ന് പ്രേമിക്കട്ടെ എന്നാണ് പറയുന്നത്. അവൻ പറയുന്നത് ഞങ്ങളൊന്ന് പ്രേമിക്കട്ടെ അച്ഛാ, അതിനുശേഷം നോക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ നിങ്ങൾ പ്രേമിച്ചോ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ മക്കൾ വേണ്ട നിങ്ങൾ വെക്കരുതെന്നാണ് ഞാൻ പറയുന്നതൊക്കെ പറയുന്നത്. അപ്പൊ അവനിങ്ങനെ വളരെ രസകരമായി കൗണ്ടറൊക്കെ അടിച്ചു പോയി. 1 വർഷം കഴിഞ്ഞപ്പം അവൻ വന്നിരിക്കുകയാണ്, അച്ഛൻ ഒരു കുർബാനയിലായിരുന്നു. എന്നോടാ ആർക്കാ? ഞാൻ വിചാരിച്ച പോലെ മരിച്ചൊരു കുർബാനയാണെന്ന് വിചാരിച്ചത്. അപ്പൊ പറഞ്ഞു, അല്ലച്ചാ മക്കളുടെ കാര്യം പ്രശ്നമാണ്, പിള്ളേരുണ്ടാകുന്നില്ല, ആകെ പ്രശ്നമാണ്, അവൾക്കും സങ്കടം, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം, കുർബാന ചൊല്ലി പ്രാർത്ഥിക്കണം. അപ്പൊ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഓർത്തു, ഞാൻ ഇവനോടൊക്കെ പറഞ്ഞതല്ലേ, തമ്പുരാൻ ദൈവം തരുന്ന സമയത്ത് നീ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ വേണമെന്ന് പറയുമ്പോൾ തമ്പുരാൻ തരാൻ ആരാ? നിന്റെ വാലിക്കാരനാവും. ചിലരൊക്കെ ആശുപത്രി ചെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ 2 പേർക്ക് ഒരു കുഴപ്പവും ഇല്ല, ഫുള്ളി പൊട്ടന്റ്, പക്ഷെ മക്കളുണ്ടാകുന്നില്ല. അതാണ് അതിൻ്റെ കാര്യം. ദൈവം തരുമ്പം തരുന്ന സമ്മാനം വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കരുത്. മക്കളുണ്ടാകണം. മക്കളുണ്ടാകുന്നതാണ് സൗഭാഗ്യം എന്ന് പറയുന്നത്. നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് തന്നെ എന്തിനാ? കുടുംബജീവിതം എന്തിനാ? മക്കളെ ദൈവം നൽകുന്ന മക്കളെ സ്വീകരിക്കാൻ, അതിനെ വളർത്തുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പൊ മക്കളൊക്കെ ദൈവത്തിൻ്റെതാണെന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ ആരും ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ദൈവം തരുന്നതാണ്. മക്കളെ ജനിപ്പിക്കുന്നതാണ്, മക്കളെ ഉണ്ടാക്കിയെടുക്കുന്നവരല്ല, മേക്കിംഗ് അല്ല. അവരെ നമ്മൾ ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ IVF-ന്റെ ക്ലാസ് കേട്ടപ്പോൾ നിങ്ങൾ കണ്ട കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുന്ന വിധങ്ങളെ കുറിച്ചൊക്കെ, നിങ്ങൾ ആ ഫാക്ടറീസിനെ കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിച്ചു. അതിനെക്കുറിച്ച് നമ്മുടെ വിഷയമല്ല, നമ്മൾ അതിനെക്കുറിച്ച് പോകുന്നില്ല. അതിന്റെ ധാർമ്മിക വശങ്ങളെ കുറിച്ചും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ മക്കളെ ജനിപ്പിക്കുകയാണ്. അപ്പൊ മക്കളെ ദൈവം തരുമ്പോൾ അതിനെ നിങ്ങൾ സ്വീകരിക്കണമെന്നുള്ളത്. നിങ്ങൾ ഓർത്ത്, ചിലരൊക്കെ പറയുന്നതാണ്, ഒരു കൊച്ചു മതി, പിന്നെ വേണ്ട, ആ കൊച്ചിനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കും, അവൻ ഞങ്ങളുടെ സൗഭാഗ്യങ്ങളെല്ലാം അവന് കൊടുക്കും. ദൈവം ഓർത്ത് നോക്കിക്കേ, നിങ്ങൾ ഈ ഉണ്ടാക്കി വെക്കുന്നതൊക്കെ നിങ്ങൾ തന്നെ ആസ്വദിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. മക്കൾക്ക് ആവശ്യമുള്ളതൊക്കെ അവർ സമ്പാദിക്കുന്നതാണ് ഇന്നത്തെ ലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കഴിഞ്ഞും കൂടുതൽ സമ്പാദിക്കുകയും കപ്പാസിറ്റി ഉള്ളവരായിട്ടാണ് അവൻ വരുന്നത്. പണ്ടൊക്കെ ഓർത്ത് നോക്കിക്കേ, പണ്ട് നമ്മുടെ കാരണവന്മാര് ഇങ്ങനെ പണിയെടുത്തൊക്കെ ഉണ്ടാക്കിയ സൂക്ഷിച്ചു വെച്ച് പെൺമക്കളെ കെട്ടിച്ചു വിടണം, അവന് വീതം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ചതെല്ലാം ഇവള് 1 വർഷത്തെ സാലറി കൊണ്ട് അവൾ മുഴുവൻ നേടിയെടുക്കുവാണ്. കണ്ടോ അതിന്റെ ഡിഫറൻസ്? ഞാൻ ചുരുക്കി പറഞ്ഞത് മാത്രമേ. ഇനി മക്കൾ ഒന്ന് മതി എന്ന് പറയുന്നവരൊക്കെ ഓർക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു ആക്സിഡന്റ് ആയി, ഒരു അസുഖം വന്നു, ഒരു കുഞ്ഞ് മരിച്ചു പോയാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ ആരുണ്ട്? നിങ്ങൾ വാർദ്ധക്യത്തിൽ എത്തി വീണ്ടും ഒരു കൊച്ചു വേണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അതൊരു കാര്യം. പിന്നെ അത് മാത്രമല്ല, ഒരു 5-6 പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരും അവരുടെ മക്കളും കൂടിയൊക്കെ വരുമ്പം എന്തൊരു സന്തോഷമാണ് നിങ്ങളുടെ വാർദ്ധക്യത്തിൽ. ഇഷ്ടംപോലെ പിള്ളേര് നിങ്ങളെ കാര്യങ്ങൾ അന്വേഷിക്കാൻ. ആഘോഷമാണ് ജീവിതം, ആനന്ദമാണ്. അവസാനം ഈ പിന്നെ
നിങ്ങളിങ്ങനെ വടിയെ കുത്തിപ്പിടിച്ച് അല്ലെങ്കിൽ കസേരയിൽ ഊന്നി നിന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കാണുകയും അവരുടെ കളിയിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യേണ്ടവരാണ് നിങ്ങൾ. അതൊന്നുമില്ലാതെ ഒരെണ്ണം മാത്രം. അതാണെങ്കിൽ അമേരിക്കയിലും ഇവിടെ ആരുമില്ല. മരിച്ചവന് തുല്യമായിട്ടുള്ള മോർച്ചറി പോലെയുള്ള വീടുകൾ നിങ്ങൾ സ്വന്തമാക്കാതിരിക്കാൻ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനമെടുക്കണം. അതിനുവേണ്ടി ഒരുങ്ങണമെന്ന് കൂടി ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. മറ്റൊരു കാര്യം, ആറാമത്തെ കാര്യം, സെക്ഷൽ അഡിക്ഷൻ ആണ്. ചില സംബന്ധിച്ച് ചിലർക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ സെക്സ് ആണ്. അതിനെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയും, നോക്കുമ്പോൾ ആ രീതിയിൽ നോക്കും. പിന്നെ അവന്റെ പ്രവർത്തനങ്ങൾ ഇത് മാത്രം. അവളെ അല്ലെങ്കിൽ അവനെ ഒന്ന് ചുമ്മാ സമാധാനം ഇരുത്താൻ പോലും സമ്മതിക്കില്ല. ഒരു പത്രം പോലും വായിക്കാൻ സമ്മതിക്കാത്ത ചില അഡിക്റ്റഡ് പേഴ്സൺസ് ഉണ്ട്. ചിലരൊക്കെ ഇങ്ങനെ നഗ്നരായിട്ടൊക്കെ നടക്കുന്ന വ്യക്തികൾ വരെ ഉണ്ട്. ചിലരൊക്കെ ഇങ്ങനെ കുടുംബ ജീവിത പ്രസംഗങ്ങളും ഒക്കെ വരുമ്പോൾ പറയുന്നതാണ്, നഗ്നരായിട്ട് നടക്കുകയാണ് ഇങ്ങനെ. എന്താണ് അച്ഛാ ഒന്നും പറയണ്ട അച്ഛാ, വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് കാര്യം. പറഞ്ഞ വലിയ വലിയ ജോലിയുള്ള മനുഷ്യനാവും, ഹൈ ക്ലാസ് ജോലിയാണ്, പക്ഷെ ഇതാണ് അവസ്ഥ, അഡിക്റ്റഡ് ആണ്. അത് സ്ത്രീയും പുരുഷനും അങ്ങനെ തന്നെ ആകാറുണ്ട് ചിലപ്പോഴെങ്കിലൊക്കെ. ഓർക്കുക, അതൊരു ആസക്തിയാണ്. അത് ചിലപ്പോഴൊക്കെ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ളതാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടുപേരും അത് സംസാരിച്ച് നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം. നിങ്ങൾ പ്രാർത്ഥന സ്വീകരിക്കേണ്ടതാണ്, അത് സ്വീകരിക്കണം. എന്നിട്ട് ചിലർക്ക് മെഡിക്കേഷൻസ് ആവശ്യമുള്ളതാണ്, അതിന് നിങ്ങൾ തയ്യാറാകണം എന്നുള്ള കാര്യം കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കുകയാണ്. മറ്റൊരു കാര്യം, അതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ചിലത് മെഡിക്കേഷൻ വഴിയായിട്ടൊക്കെ നമുക്ക് ക്രമീകരിക്കാനായിട്ടൊക്കെ സാധിക്കും. അത് നിങ്ങൾ മറന്നു പോകരുത്. ഇനി ഏഴാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പങ്കാളിയോട് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള സകല മനുഷ്യരോടും ഭയങ്കര താല്പര്യം. അങ്ങനെയും മനുഷ്യരുണ്ട് ഈ ലോകത്തിൽ. അതും ഒരു പെർവേർഷനാണ്, ഒരു അബറേഷനാണ്. അപ്പൊ ഈ പങ്കാളിയോട് താല്പര്യമില്ലാതെ വരുമ്പോൾ അതിനെ പല സെക്ടറായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. അതിൽ ചിലത് പെഡോഫീലിയാണ്, കുഞ്ഞുങ്ങളോട് ലൈംഗികമായിട്ടുള്ള ആസക്തി തോന്നുന്ന അവസ്ഥ. ചിന്തിക്കുക പോലും ചെയ്യരുത്, വാക്കുകൊണ്ട് പറയുക പോലും അങ്ങനെ ചെയ്യരുത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കുഞ്ഞുങ്ങൾ അവര് ഈ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളാണ്. അതുങ്ങളോട് റെസ്പെക്ട് കാണിക്കണം, അതുങ്ങളെ നമ്മൾ വളർത്തിയെടുക്കണം, മാതൃകയാകാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക. നിങ്ങളുടെ സ്പർശനം പോലും അത് കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നതാകരുത് എന്നുള്ള കാര്യമാണ്. ആ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു കാര്യം ഹോമോസെക്ഷുവാലിറ്റിയാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരേ സെക്സിൽപ്പെട്ട ആളുകളുമായിട്ടാണ് ലൈംഗികമായിട്ട് ആകർഷണം. ചിലരൊക്കെ അങ്ങനെ ആയിരിക്കും ഇത്രയും കാലം ജീവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുത്തനായിരിക്കും അല്ലെങ്കിൽ ഒരുത്തിയായിരിക്കും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവനുള്ള അവന്റെ പാർട്ട്ണറായിട്ട് ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ടോ ജീവിതം പങ്കുവെക്കാനായിട്ടോ ഒന്നും താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നോട്ട് ചെയ്യപ്പെട്ടെങ്കിൽ സംസാരിക്കണം, തുറന്നു പറയണം, എടി എന്റെ അവസ്ഥ ഇങ്ങനെയാണ്, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഇങ്ങനത്തെ മനുഷ്യനായിരുന്നോ, ഇതറിയുകയാണെങ്കിൽ ഞാൻ ഇതിന് മുതിരില്ലായിരുന്നു പറഞ്ഞിട്ട് അവനെ തള്ളിപ്പറയലായിരുന്നു, അവനെ നശിപ്പിക്കരുത്, അല്ലെങ്കിൽ അവളെ ഇല്ലാണ്ടാക്കി കളയരുത്. അവളെ സപ്പോർട്ട് ചെയ്യാൻ നിനക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. മോളെ ഞാൻ നിന്നെ സഹായിക്കാം. എന്നിട്ട് അവളോട് ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു കൗൺസിലിങ്ങിന് പോകാൻ പറ്റുന്നെങ്കിൽ അതിന് പോവുക. വികാരിച്ചോട് കണ്ട് സംസാരിച്ച് ആശീർവാദം വാങ്ങാൻ പറ്റുന്ന അവസരങ്ങളിൽ അത് വാങ്ങുക. വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക. ദൈവം ഈ കാര്യത്തിൽ ഇടപെടും. ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്നുള്ള കാര്യം ഓർക്കുക. സാഹചര്യങ്ങളാണ് മനുഷ്യനെ ചിലതൊക്കെ എങ്ങനെയാക്കി മാറുന്നത്. അപ്പൊ അതുകൊണ്ട് ശരിയായിട്ടുള്ള അറിവ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്നും പിന്തിരിയാനായിട്ട് സാധിക്കും. ഇന്നലെ വരെ നീ തനിച്ചായിരുന്നു, ഇന്ന് നിനക്കൊരു കൂട്ടുകാരിയുണ്ട്. നിന്റെ എല്ലാമായിരിക്കും, നിന്റെ ശരീരത്തിലെ അവയവം നിന്റെ കൂടെയുണ്ട്. അവർ നിനക്ക് ഗാർഡായിരിക്കും, ഒരു സഹായിയായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ദൈവം നിന്റെ കൂട്ടിനുമുണ്ടല്ലോ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചിലര് അവര് മാസ്റ്റർബേഷൻ, സ്വയംഭോഗത്തിന് അടിമകളായിരിക്കുന്ന ആൾക്കാര്. ഈ സ്വയംഭോഗത്തിന് അടിമകളായിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറയാൻ അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് പാർട്ട്ണറുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യം ഉണ്ടാവില്ല. സ്വന്തം ശരീരഭാഗങ്ങളെ ഉത്തേജിച്ചുകൊണ്ട് അതിന് സുഖം കണ്ടെത്തി ഇങ്ങനെ നടക്കാനായിരിക്കും താല്പര്യം. അവർക്ക് കുടുംബജീവിതം തകർച്ചയിലേക്ക് നയിക്കും. ജോലി ചെയ്യാൻ പറ്റുന്നെങ്കിൽ ജോലി സ്ഥലത്ത് നന്നായി ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർക്ക് ഒന്നിനോട് താല്പര്യം ഉണ്ടാവില്ല. ഇങ്ങനെ 100,000 കേസുകൾ അതിനകത്ത് ഉണ്ടാകും. സമയം കുറവുകൊണ്ടെന്ന് ചുരുക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പാർട്ട്ണറോട് തുറന്നു പറയണം, മോളെ അല്ലെങ്കിൽ ചേട്ടാ എൻ്റെ പ്രശ്നം ഇതാണ്, എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ മാസ്റ്റർബേഷൻ സ്വയംഭോഗം ചെയ്യാനായിട്ടാണ് എനിക്ക് താല്പര്യം തോന്നുന്നത്. അത് നിങ്ങൾ തുറന്നു പറയുക. എന്നിട്ടോ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കുംഭസാരത്തിൽ ഈ പാവം ഏറ്റു പറയണം. എന്നിട്ട് ഇങ്ങനെ ഈ പാവത്തിൽ ഇനി വീടിലാണെന്ന് നിങ്ങൾ ദൃഢപ്രതിജ്ഞ എടുക്കണം. പാർട്ട്ണറോടും സഹായിക്കാനായിട്ട് പറയണം. എന്നിട്ട് ഇങ്ങനെയുള്ള ചിന്ത വരുമ്പോൾ ഉടനെ തന്നെ പാർട്ട്ണറോട് പറയണം, ചേട്ടാ എനിക്കിങ്ങനെ ചിന്ത വരുന്നുണ്ട്. അപ്പോൾ നിന്റെ പാർട്ട്ണർ നിന്നെ സപ്പോർട്ട് ചെയ്യും, നിന്റെ കൂടെ ആയിരിക്കും. അപ്പോൾ മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്യാനായിട്ട് നിന്നെ സഹായിക്കും.
അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുമ്പോൾ നമ്മൾ യുവതി യുവാക്കന്മാരോട് പറയുന്ന കാര്യം, നിങ്ങൾ ആക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യണം. വൈകുന്നേരങ്ങളിൽ കുടുംബ പ്രാർത്ഥന സ്വന്തമാക്കണം. വചനം പഠിക്കുകയും അത് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ കുർബാനയിൽ ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇതിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കും. ഈ കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലരിങ്ങനെ പോർണോഗ്രഫിയാണ്. പോർണോഗ്രഫി എന്ന് പറഞ്ഞാൽ ലൈംഗികമായ കാര്യങ്ങൾ, വാക്കുകളാകാം, ചിത്രങ്ങളാകാം, കഥകളാകാം. ഇതിങ്ങനെ മൊബൈലിലൂടെ ആധുനിക മീഡിയാസ് വഴി ഇങ്ങനെ പപ്പിച്ചു വിടുന്നതാണ് ഈ പോർണോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോ ഈ പോർണോഗ്രഫിക്ക് ചിലരൊക്കെ അടിമകളാണ്, അഡിക്റ്റഡ് ആണ്. അവരതിൻ്റെ അകത്ത് കാണുന്ന കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വൈകുന്നേരം വീട്ടിൽ പോലും എത്തിച്ചേരുന്നത്. അങ്ങനത്തെ മനുഷ്യരൊക്കെ ഉണ്ട്. അതെന്താണ്? അവർക്ക് ലൈംഗികതയെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാത്തത് കൊണ്ടാണ്. മനുഷ്യൻ ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ്. മനുഷ്യന് മൃഗമായി അധപ്പതിക്കുന്ന ദുർലഭമായ ചില നിമിഷങ്ങളൊക്കെയാണത്. മനുഷ്യന് മാത്രമേ മനുഷ്യനാകാൻ പറ്റുള്ളൂ. പക്ഷെ മനുഷ്യന് മൃഗമായി അധപ്പതിക്കാനും ചില അവസരങ്ങളൊക്കെ സാധിക്കും. അതിലൊരവസരമാണ് ഇതെന്നുള്ള കാര്യം മറന്നു പോകരുത്. നീ ഒരിക്കലും പോർണോഗ്രഫിയുടെ മീഡിയേറ്റർ ആകരുത്. വല്ലവരും നിന്റെ മൊബൈലിലേക്ക് വല്ല ആയിട്ടുണ്ടെങ്കിൽ, ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും നീ പ്രൊമോട്ട് ചെയ്യരുത്, ഫോർവേഡ് ചെയ്യരുത്. അങ്ങനെയുള്ളതൊക്കെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് നീ ചെയ്യേണ്ടത്. ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്ത നിന്നെ ഇങ്ങനെ പ്രചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ പിന്തിരിയാനായിട്ട് ഇന്ന് തന്നെ തീരുമാനമെടുക്കണം. കുമ്പസാരിക്കണം. ചെയ്യില്ല ദൃഢമായി പ്രതിജ്ഞ എടുക്കുക. എന്നിട്ട് ബൈബിളൊക്കെ വായിക്കുക, വചനങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുക. അങ്ങനെയുള്ള സുവിശേഷ ആത്മകമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിന്റെ ശ്രദ്ധയെ തിരിയിപ്പിക്കുക. നീ ഒരു ടെക്കി ഫീൽഡിലുള്ളവനാണെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെയുള്ള സുവിശേഷാത്മകമായ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നിന്റെ സമയം ചെലവഴിക്കുക. ദൈവം ഇനി 5 മിനിറ്റ് സമയം കൂടിയാണ് എനിക്കുള്ളത്. അതിനകത്ത് ചില കാര്യങ്ങളെ ഒന്ന് ചുരുക്കി പറയാം, ഒരു ടേബിൾ എന്ന പോലെ പറയാം. തിന്മകൾ, ലൈംഗികമായിട്ടുള്ള തിന്മകൾ 2 രീതിയിൽ നമുക്ക് തിരിക്കാം. ആന്തരികമായ തിന്മകളും ബാഹ്യമായ തിന്മകളും. ആന്തരികമായ തിന്മകളിൽ ദുഷ്ചിന്തയുണ്ട്, ദിവാസ്വപ്നമുണ്ട്, ചീത്ത ആഗ്രഹമുണ്ട്. വീട്ടിലിരിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ എത്ര നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുക? ചിലരൊക്കെ ഇങ്ങനെ ചിന്തകളൊക്കെ കാട് കയറ്റി വിടും. കാട് കയറ്റി വിട്ടിട്ട് ചുമ്മാ മേയാൻ വിടുന്ന പശുവിനെ പോലെയാണ്. എന്താണ് തിന്നുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ. മനുഷ്യനല്ലാതായി മാറുന്ന ദുർലഭം നിമിഷങ്ങളിൽ വേറെ ചിലതാണത്. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ആക്റ്റീവായിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ജോലിയില്ലാതെ, പണിയില്ലാതെ, പ്രവൃത്തിയിൽ ഒന്നും ചെയ്യാനില്ലാതെ ഇരിക്കുന്ന ആളുകളാണ് ഇതുപോലെയുള്ള കാട് കയറി പോകുന്നതും പിന്നീട് സോഷ്യൽ മീഡിയാസിൽ ആക്റ്റീവ് ആകുന്നതും വലിയ ചതികളിലൊക്കെ അകപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ചിലരൊക്കെ ഇങ്ങനെ ചൂണ്ടയിട്ട് കാത്തിരിക്കുകയാണ്, എവിടെയാണ് കൊത്താൻ പറ്റുന്നത് നോക്കിക്കൊണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ചില ആൾക്കാരുടെയൊക്കെ ആറ്റിറ്റ്യൂഡൊക്കെ നിങ്ങൾ ഒന്ന് വിലയിരുത്തി നോക്കുന്നത് ശരിയാണ്. എത്ര ജെന്റിലായിട്ടാണ് ഇടപഴകുന്നത്. ആദ്യം തന്നെ എപ്പോൾ സഹായത്തിന് വിളിച്ചാലും ഓടിയെത്താനും ധാരാളം ആൾക്കാർ. പക്ഷെ അതെല്ലാം തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി കൂടിയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ചിലതൊക്കെ അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോഴൊക്കെ നിങ്ങൾ ചോദിക്കും, എന്താ തനിച്ചാണോ, ഒത്തിരി നേരായോ, ചേട്ടൻ വന്നില്ല അല്ലേ, ഓ അവള് പുറത്താണില്ലേ, മടുത്തോ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കിട്ടോ എന്നൊക്കെ പറയുന്ന അവസ്ഥാവിശേഷങ്ങൾ ധാരാളമല്ലേ? എങ്കിൽ അതിനൊക്കെ കാരണം ദുശ്ചിന്ത, ദിവാസ്വപ്ന, ചീത്തയാഗ്രഹത്തോടുകൂടി ഇങ്ങനെ വെറുതെ ചുമ്മാ ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നീ മടിയനാകാതെ, മടിച്ചിയാകാതെ നിന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളിൽ വ്യാപൃതയാകുക. ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യം കൂട്ടിച്ചേർക്കട്ടെ. ബാഹ്യമായ തിന്മകളിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ചീത്ത കൂട്ടുകെട്ടുകളാകാം, പോർണോഗ്രഫി ആകാം, ഹോമോസെക്ഷുവാലിറ്റി ആകാം, മാസ്റ്റർബേഷൻ ആകാം, വ്യഭിചാരമാകാം. ഇങ്ങനെയുള്ളതൊക്കെയാണ് അതിൽ വരിക. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് പറ്റുക? അത് ചെയ്യേണ്ടത് ഇതാണ്: ലൈംഗികമായിട്ടുള്ള സംയമനം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ലൈംഗിക വികാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ലൈംഗിക വികാരം ഉണ്ടാകാത്ത ഒരു വ്യക്തി പോലും ഇന്നേ വരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെ വേണ്ട രീതിയിൽ നിയന്ത്രിക്കാനും വേണ്ട രീതിയിൽ ഉപയുക്തമാക്കാനായിട്ടും പറ്റുന്ന അവസ്ഥയിലേക്ക് മനുഷ്യന് വളരാനായിട്ട് സാധിക്കും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതിന് ചില ബോധ്യങ്ങൾ ആവശ്യമാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ ഈ 1.25 മണിക്കൂർ സമയം അങ്ങനെയുള്ള ചില ബോധ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് ഉപയുക്തമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എങ്കിൽ ഇവിടെ കേട്ടതൊക്കെ ചുമ്മാ കേൾവി മാത്രമായി മാറാതെ, പുസ്തകത്തിൽ എഴുതി വെച്ച കുറെ ആശയങ്ങളായി മാറാതെ,
നിന്റെ ജീവിതത്തിൽ പകർത്താനായിട്ട് നീ തീരുമാനമെടുക്കണം. ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ തനിച്ചിരുന്ന് ചിന്തിക്കണം. കുടുംബജീവിതത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യണം. നീ പ്ലാൻ ചെയ്തതൊക്കെ നിന്റെ പങ്കാളിയുമായിട്ട് നീ സംസാരിക്കാൻ സമയം കിട്ടുന്ന കമ്മ്യൂണിക്കേഷന്റെ സമയത്ത് ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. രണ്ടുപേരും ഒത്തൊരുമിച്ച് തീരുമാനമെടുക്കണം, ഒന്നിച്ച് പ്രവർത്തിക്കണം നിങ്ങൾ. അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും. നന്മ ചെയ്യാനും തിന്മയോട് നോ പറയാനായിട്ടും തിന്മയെ ഏഴയിലൊക്കെ നിർത്താനായിട്ടും നിങ്ങൾക്ക് അതുവഴിയായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ദൈവത്തോടും അവരിനോടും തന്നോട് തന്നെയുള്ള സ്നേഹവും ബഹുമാനവും കരുതലുമാണ് ഈ സംയമനത്തിനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്. സംയമനം എങ്ങനെ നടത്താൻ പറ്റുന്നത്? അത് ദൈവത്തോടുള്ള അവരിനോടുള്ള തന്നോട് തന്നെയുള്ള സ്നേഹവും ബഹുമാനവുമാണ്, കരുതലുമാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, എന്നെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, എന്നെ കരുതുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ തെറ്റിലും നീ ചെന്ന് ഇങ്ങനെ പൂണ്ടുവിളയാണ്. എന്നാലോ നിനക്ക് നിന്നോട് സ്നേഹമുണ്ട്, നിന്റെ അവരോട് സ്നേഹമുണ്ട്, ദൈവത്തോട് സ്നേഹമുണ്ട്, പാർട്ട്ണറോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ, പാർട്ട്ണറോട് ബഹുമാനമുണ്ടെങ്കിൽ, പാർട്ട്ണറെ നീ കരുതുന്നുണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും ഈ തെറ്റിൽ വീഴാൻ പറ്റില്ല. കണ്ടോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, ഇതിന്റെ അടിസ്ഥാനപരമായ ഒരു കൺസെപ്റ്റ് ഇതാണ്, ഒരു കാഴ്ചപ്പാട് ഇതാണ്. ദൈവത്തോട് അവരനോട് തന്നോട് തന്നെയുള്ള സ്നേഹവും ബഹുമാനവും കരുതലുമാണ് ഈ സംയമനത്തിനുള്ള അടിസ്ഥാനം. ലൈംഗിക സംയമനത്തിനുള്ള അടിസ്ഥാന കാര്യം ഇതാണ് അടിസ്ഥാന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദൈവത്തോട് അവരനോട് തന്നോട് തന്നെയുള്ള സ്നേഹവും ബഹുമാനവും കരുതലുമാണ്. ഇത് മനുഷ്യന് മാത്രമേ ഈ സ്നേഹം ഉണ്ടാവുള്ളൂ, ബഹുമാനം ഉണ്ടാവും, കരുതലും ഉണ്ടാവും. ആ മനുഷ്യരാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാണ് കുടുംബജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത്. നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കൂ എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുക. ആ വിളി സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെടുത്തിരിക്കുന്ന ഈ ധീരമായ തീരുമാനത്തിന് ഞാനും ഊറ്റമായ പിന്തുണ നൽകുകയാണ്. നിങ്ങൾ ശക്തരാണ്, നിങ്ങളെ ആർക്കും തകർക്കാൻ പറ്റില്ല. നിങ്ങൾ തകർക്കപ്പെടുന്നതിന് വേണ്ടി ദൈവം നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും കെട്ടിവെച്ചിരിക്കുന്ന സംരക്ഷണത്തിന്റെ വേലി നിങ്ങൾ പൊളിച്ചു കളഞ്ഞാൽ അല്ലാതെ ആർക്കും ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു കേട്ടിരിക്കുന്ന ഈ ആശയങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ചുറ്റുമുള്ള, നിങ്ങൾ നയിക്കാനായിട്ട് പോകുന്ന കുടുംബജീവിതത്തിന് ചുറ്റുമുള്ള വേലിയുടെ വേലിപ്പത്തലുകളാണെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കണം. വേലിപ്പത്തലുകൾ എവിടെയെങ്കിലുമൊക്കെ ഇളകിയിട്ടുണ്ടോ എന്ന്. എങ്കിൽ അതൊക്കെ ഉറപ്പിക്കണം. ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ കത്തോലിക്ക സഭ, പരിശുദ്ധ കത്തോലിക്ക സഭ എന്നും നിങ്ങളുടെ കൂടെയുണ്ട്. സഭ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം വൈദികരെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, ധാരാളം ശുശ്രൂഷകരെ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് നിങ്ങളുടെ വികാരിച്ചൻ. ആ വികാരിച്ചൻ്റെ അടുത്ത് ചെന്ന് നിങ്ങൾ ഇതൊക്കെ സംസാരിക്കണം. വികാരിച്ചൻ ഇത് ആരോടും പറഞ്ഞു നടക്കില്ല. അടുത്ത മനോരമയുടെ ഫസ്റ്റ് എഡിഷൻ ആയിട്ടൊന്നും വിടില്ലെന്നും നിങ്ങൾ അത് അയാളോട് പറയാം. അദ്ദേഹത്തെ കൊന്നുകളഞ്ഞാൽ പോലും നിങ്ങളുടെ ഒരു രഹസ്യവും ആരോടും പറയില്ല. ചരിത്രം അങ്ങനെയാണ്, മിശിഹ അങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അത് ഈ പൗരോഹിത്യം എന്ന് പറയുന്ന ആ കൂദാശ സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന കൃപകളിൽ ഒന്നാണത്. അതുകൊണ്ട് ഒരു പുരോഹിതനും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആരോടും പറയില്ല. ഒരു സൈക്കോളജിസ്റ്റിനോട് പറഞ്ഞാൽ പോലും അവൻ ചിലപ്പോൾ നിർബന്ധത്തിന്റെ പുറത്തത് പറഞ്ഞെന്നിരിക്കും. പക്ഷെ ഒരു വൈദികൻ അത് പറയില്ല മക്കളെ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം ഓടിച്ചെല്ലേണ്ട സ്ഥലം നിങ്ങളുടെ ഇടവപ്പള്ളി തന്നെയാണ്. വികാരിച്ചനോട് പറയണം. ആ വികാരിച്ചൻ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ദൈവികമായിരിക്കും, അത് ഈ സാഹചര്യത്തിനോട് ചേർന്നതായിരിക്കും, നിങ്ങൾ അദ്ദേഹം സഹായിക്കും. മാത്രവുമല്ല, എന്നും ഈശോയെ കൈകളിൽ എടുക്കുന്ന വൈദികനാണ്. ആ വൈദികൻ നിങ്ങൾക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിക്കും, മാധ്യസ്ഥം വഹിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഈശോയുടെയും നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഒരു മധ്യസ്ഥനാണ് അവൻ എന്നുള്ള കാര്യം കൂടി മറന്നു പോകരുത്. വിശുദ്ധരായ വ്യക്തികളെ നിങ്ങളുടെ ഇടവപ്പള്ളിയിൽ കാണാൻ സാധിക്കും. വിശുദ്ധരുടെ രൂപങ്ങൾ, അവരുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തികളാണ് ഈ വൈദികർ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഞാനൊരു വൈദികനാണ്, ഞാൻ പെരുപ്പിച്ച് പറയുന്നതല്ല, ഇതിന്റെ ശരിയായ വശം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആ വൈദികനോട് നിങ്ങൾ നല്ല ഉള്ളവരാകണം. ഇടവകയാണ് നമ്മുടെ ശക്തി കേന്ദ്രം, നിങ്ങൾ മറന്നു പോകരുത്. കത്തോലിക്ക സഭയുടെ കൂട്ടായ്മ, വിശ്വാസങ്ങൾ കൂടുതൽ ആസ്വദിക്കാൻ ശ്രമിക്കണം. കൂടുതൽ ഇപ്പൊ പറഞ്ഞതെല്ലാം ചുമ്മാ പോയിന്റ്സുകൾ പറഞ്ഞല്ലോ, ഇതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാനും പഠിക്കാനും നിങ്ങൾ സന്നദ്ധരാകണം. മക്കളെ ദൈവം നിങ്ങൾക്ക് നൽകുമ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ അവരുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുത്ത് പരിശീലിപ്പിക്കണം. അത് നമുക്ക് അറിവുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. നിങ്ങൾക്ക് അതിനുള്ള ഒരു തുടക്കം നൽകുകയാണ്. നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ധാരാളം മക്കളുണ്ടാകട്ടെ. ഏറ്റവും കുറഞ്ഞ 7 മക്കളെങ്കിലും
സൂപ്പർ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളുടെ വികാരിയൊക്കെ ആയിരിക്കുകയാണെങ്കിൽ മക്കളെ മുഹമ്മദ് സാഹിബ് മുക്കി തന്ന് പ്രാർത്ഥിച്ചേക്കാം. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നന്ദി. അരുണച്ചാ, നിങ്ങൾക്ക് അച്ഛനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും ക്ലിയർ ആവാത്തതോ? ഞാൻ ഈ ക്ലാസ്സിന്റെ വീഡിയോ നിങ്ങൾക്ക് തരാം. കറണ്ട് പോയതിന് ഇത്തിരി സങ്കടമുണ്ട്. സാരമില്ല, എന്നാലും ഞാനത് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാനോടൊപ്പം 5 മിനിറ്റ് കൂടി എത്തുള്ളൂമായിരിക്കും എന്ന് വിചാരിച്ചത്. എന്തായാലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ അച്ഛനോട്? നല്ല പിള്ളേരായിരുന്നു, ഞാൻ കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു, വളരെ കൃത്യതയോടുകൂടി കേട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നിങ്ങൾ എല്ലാവരും പ്രതികരിച്ചത്. അത് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. രൂപതയ്ക്ക് വലിയ സന്തോഷമാണ്. കാരണം നല്ല കുടുംബങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങൾ മുൻകൈയെടുത്ത് പ്രവർത്തിക്കാനായിട്ട് ദൈവം നിങ്ങളെ ക്ഷണിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ അതിനോട് നിങ്ങൾ നന്നായി പ്രതികരിക്കുന്നു എന്ന് കാണുന്നതിലാണ് അതിയായ സന്തോഷം. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആരാ ഒരു വാക്ക് അച്ഛനോട് സംസാരിക്കുക? ആൻസൂര്യ, നീ പറഞ്ഞായിരുന്നോ? ബഹുമാനപ്പെട്ട ജോമിസ് അച്ഛ, അരുണച്ച, നല്ലൊരു സെക്ഷൽ മൊറാലിറ്റിനെ കുറിച്ച് ക്ലാസ് എടുത്തു തന്നതിനും എന്റെ പേരിലും ക്ലാസ്സിൽ